ളെക്കുറിച്ചോ അതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തിയെക്കുറിച്ചോ തലമുറയ്ക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചൊന്നും ജന്തുക്കളായ ഹിന്ദുക്കൾ ചിന്തിക്കില്ല. കാരണം സ്വാർത്ഥരാണ്. സ്വന്തം കാര്യം നടക്കണം, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വീട്ടിലെ കാര്യം നടക്കണം, ചാവോളം ജീവിക്കണം എന്നതിലപ്പുറം ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ താൻ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടെന്നും ആ സമൂഹത്തിൻ്റെ ചിന്താഗതികൾ അതിൽ താനും ഒരു പങ്കുണ്ടെന്നും തനിക്കും ഒരു പങ്കുണ്ടെന്നും അതിന് നല്ല ചിന്തകൾ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കണമെന്നും എന്നൊക്കെയുള്ള ഒരു സമൂഹ വിചാരം, സമൂഹബോധം അത് നമ്മുടെ ഹിന്ദുക്കൾക്ക് വളരെ കുറവാണ്. നിങ്ങൾ ഇത് മുസ്ലിങ്ങളിൽ നിന്ന് പഠിക്കണം. പാലസ്തീനിലൊരു മുസ്ലിമിന് പ്രശ്നം വന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാശ്മീരിലൊരു മുസ്ലിമിന് പ്രശ്നം വന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു. എന്നാൽ ഹിന്ദു സമൂഹത്തിന് ആ ഒരു ഐക്യവും ഒത്തൊരുമയും ഇല്ലാത്തതിന് കാരണം സ്വാർത്ഥത തലയിൽ കയറിപ്പോയി. സ്വന്തം കാര്യം സിന്ദാബാദ്. അമ്പലത്തിൽ പോകുന്നതൊക്കെ സ്വന്തം കാര്യത്തിനാണ്, സ്വാർത്ഥതയാണ്, മുഴുവൻ സ്വാർത്ഥ ചിന്ത. ഞാൻ നന്നാവണം, എൻ്റെ വീട് നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം, അതിലപ്പുറം ഒന്നും ചിന്തിക്കുന്ന ഹിന്ദുവില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കളില്ല എന്ന്, ജന്തുക്കളേ ഉള്ളൂ. സമൂഹബോധമുള്ളവർ കുറവാണ്. ആ സമൂഹബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഹിന്ദുക്കൾ അധപ്പതിച്ചു പോയത്. അതിന് മാറ്റിയെടുക്കണം. അതിന് ഉതകുന്ന ഒരു കൃതിയാണ് രാമായണം. രാമായണം എന്ന് പറയുന്ന കൃതിയെ നമ്മൾ പല തലത്തിലിരുന്ന് പല കോണിൽ നിന്ന് വിശകലനം ചെയ്യാം. അപ്പൊ നമുക്ക് രാമായണത്തിന്റെ മഹത്വം മനസ്സിലാവും. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ രാമായണത്തെ നോക്കുമ്പോൾ, ഇന്ന് നോക്കൂ, സ്ത്രീ പുരുഷ ആ ഭേദം വളരെ കുറഞ്ഞു വരികയാണ്. സ്ത്രീകൾക്കും പുരുഷന്റെ അതേ അവകാശവും സ്വാതന്ത്ര്യവും. പക്ഷെ ഇന്നും സ്ത്രീകൾ പണ്ട് മാറുമറച്ചില്ല. അന്ന് സ്ത്രീകളെ ചൂഷണം ചെയ്തു, സ്ത്രീകളെ ഉപദ്രവിച്ചു, അവരെ വേട്ടയാടി, അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്ന, ഇന്നും പഴയ ചരിത്രം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന കൂട്ടര്, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തില് ഒരു പുരോഗമന നവോത്ഥാനക്കാരെന്ന് പറയുന്ന ഒരു വർഗം എപ്പോഴും ഹിന്ദുമതത്തെ വേട്ടയാടുന്ന ഒരു വർഗമുണ്ട്. അങ്ങനെ ഒരു പുരോഗമന വർഗം അവര് മറ്റു രാജ്യങ്ങളിലെ സ്ത്രീകളോട് കണക്കുന്ന കാര്യങ്ങളൊന്നും അവർ കാണില്ല. നമുക്കറിയാം, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് പഠിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ സ്ത്രീകളും ബംഗ്ലാദേശിലെ സ്ത്രീകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പീരീഡായി അടുത്ത വർഷം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് അവർ മാറും. കാരണം ഇസ്ലാം മതത്തിന്റെ സ്വഭാവം അതാണ്, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും. ഇപ്പം ഇറാനിലെ സ്ത്രീകള് ഒരിക്കലും അവരെ പർദ്ദയൊക്കെ വലിച്ചെറിഞ്ഞ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഇവിടെ ആരെങ്കിലും നവോത്ഥാനക്കാർ അതിനെക്കുറിച്ച് മിണ്ടുണ്ടായി? അത് മിണ്ടില്ല. കാരണം അത് ഹിന്ദുക്കളല്ല, അത് മുസ്ലിം സമുദായമാണ്. അപ്പൊ ഇവിടെ വലിയൊരു എന്താണ്, കേരളത്തിലൊക്കെ നമ്മൾ കാണുന്നത് പക്ഷം ചേർന്നുകൊണ്ടുള്ള വിമർശനം, ഒരു കൂട്ടരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. എന്നാൽ ഈ ദൃഷ്ടിയിൽ നമ്മൾ രാമായണത്തെ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് കൈകേയി 2 വരം ദശരഥനോട് ചോദിക്കണം. ആ വരം ഏറ്റവും അപകടമാണ്. കാരണം അയോധ്യയിലുള്ള എല്ലാവരും സ്നേഹിക്കുന്ന രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുക അല്ലേ? രാജ്യം ഭരതന് കൊടുക്കുന്നേക്കാൾ ഉപരി രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ജനം എതിർക്കാം, കൈകേയി ഒറ്റപ്പെടുത്താം, കൈകേയിക്ക് വലിയൊരു അപകടത്തിലാവാം. എന്നാൽ അത് ചോദിക്കാനുള്ള ഒരു ധൈര്യം അന്ന് കൈകേയിക്ക് ഉണ്ടായെങ്കിൽ അന്ന് സ്ത്രീകൾക്ക് കിട്ടിയ സ്ഥാനം എത്രയായിരിക്കണം സമൂഹത്തിൽ. അതുപോലെ തന്നെ താടകയെ വധിക്കുന്ന സമയത്ത് രാമൻ ഒരു നിമിഷം നിശ്ചലനായി, നിഷ്ക്രിയനായി, നിശ്ചിന്തനായി ചിന്തിക്കുകയാണ്, താടകയെ വധിക്കാമോ? അപ്പൊ അന്നത്തെ കാലത്ത് സ്ത്രീകളെ വധിക്കുന്നത് ശരിയല്ല എന്നൊരു ബോധം നമ്മുടെ രാജാക്കന്മാരുടെ തലയിലുണ്ടായിരുന്നു. കാരണം ബ്രഹ്മഹത്യാ പാപം എന്നുള്ളത്. അപ്പൊ അന്ന് സ്ത്രീകൾക്ക്, നിങ്ങൾ നോക്കൂ, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ സ്ത്രീകൾക്ക് കൊടുത്ത സ്ഥാനം എന്താണ്? ഒരു രാജാവ് തൻ്റെ മന്ത്രിമാരും ഗുരുവും ചേർന്നെടുത്ത തീരുമാനത്തെ ഒരു ഭാര്യയുടെ മുന്നിൽ മാറ്റിമറയ്ക്കണമെങ്കിൽ ആ സ്ത്രീക്ക് കൊടുത്ത വാക്കിന്റെ മഹത്വം എത്രയാണ്? മനസ്സിലായില്ലേ? ഇന്ന് ഏത് മതത്തിൽ നമുക്ക് കാണാൻ പറ്റും? ഇന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ടാവും ആ സ്ത്രീയെ. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ഞാനും ഗുരുക്കന്മാരും മഹർഷി എന്താണ് മന്ത്രിമാരും തീരുമാനിച്ച തീരുമാനം നീ മാറ്റാൻ നീ ആരാന്ന് ചോദിച്ചിട്ടുണ്ടാവും.
അവിടെ തല തെറ്റി തെറിപ്പിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെയാണ് നമ്മുടെ ഭാരതത്തില് സ്ത്രീകൾക്ക് കൊടുത്ത സ്ഥാനം, സ്ത്രീകൾക്ക് കൊടുത്ത ബഹുമാനം. ശ്രീരാമസ്വാമി സീതാദേവിയെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പം എനിക്ക് പാണിഗ്രഹണ മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്. ആ പാണിഗ്രഹണ മന്ത്രം പ്രകാരം ഞാൻ അങ്ങയെ സേവിക്കാൻ ബാധ്യസ്ഥയാണ്, എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകരുത് എന്ന് പറയുന്ന സീതാദേവി. അപ്പം ഭർത്താവിൻ്റെ ഏറ്റവും കഠിനമായ ഒരു ജീവിതചര്യയില് അല്ലെങ്കിൽ യാത്രയില് താനും അതിൻ്റെ ഒരു ഭാഗമായി തീരണം എന്ന ഒരു മനസ്സ് ഒരു അന്നത്തെ സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ സ്ത്രീ മഹത്വം എത്രമാത്രം ഉജ്ജ്വലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വേറൊരു സ്ത്രീത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ രാമൻ കാട്ടിലേക്ക് പോവാൻ തയ്യാറായി യാത്ര ചോദിക്കാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അതിനു മുമ്പ് രാമനും സീതയും ലക്ഷ്മണനും പോകുമ്പോൾ ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് സുമിത്രാദേവി പറയുന്ന വരികളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ സുമിത്രാദേവി ലക്ഷ്മണനെ അടുത്ത് വിളിച്ച് പറയുന്ന വരികളുണ്ട്. രാമായണത്തിൽ സുമിത്രാദേവിയുടേതെന്ന് പറയുന്ന 4 വരികൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സുമിത്രാദേവി, ഇത് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള വരികളായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളിത് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, എന്താണ് ഭാരതത്തിലെ സ്ത്രീത്വത്തിന്റെ മഹത്വം എന്ന്. രാമന്റെ കൂടെ പോകുന്ന ലക്ഷ്മണനോട് സുമിത്രാദേവി പറയുന്ന വരികള് അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും, എന്നാലും ഉണ്ടാവുമായിരിക്കാം. എത്ര പേർക്ക് അറിയാം സുമിത്രാദേവി ലക്ഷ്മണന് കൊടുത്തിരിക്കുന്ന ഒരു 4 വരി? അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ ഒരു നിധികളാണ്, ഖനികളാണ്. കാരണം ഒരു ജീവിതത്തിനെ കാണണം എന്ന് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് അങ്ങനെയുള്ള ഒരു മാതൃത്വം വീടുകളിലില്ല. അതുകൊണ്ടാണ് കുട്ടികൾ കഞ്ചാവിനും ലഹരിക്കും വഴിതെറ്റി ആത്മഹത്യക്കൊക്കെ പോകുന്നത്. വീടുകളിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഇന്നത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ കേവലം വൈകാരിക ബന്ധമാണ്. ആത്മീയ ബന്ധമുള്ള വീടുകൾ, ആത്മീയ ബന്ധമുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധം കുറവാണ്. അതുകൊണ്ടാണ് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ച് പിന്നെ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് എല്ലാം ഡൈവേഴ്സായി ജീവിതം താളം തെറ്റുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ആത്മീയത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ തൊഴുതുപോയാൽ കിട്ടില്ല, അത് വിചാരത്തിൽ നിന്നേ കിട്ടുള്ളൂ. അതാണ് ആദി ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന വരികള്. നിങ്ങൾ എത്ര തീർത്ഥ സ്ഥലങ്ങളിൽ പോയാലും തൊഴുതുപോയാലും ആത്മീയത കിട്ടില്ല. അതും വേറൊരു വൈകാരികതയാണ്. കാര്യം നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. ആത്മീയത എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അറിവിലും അനുഷ്ഠാനത്തിലും നിൽക്കുന്നതാണ്. ക്ഷേത്രം നിങ്ങൾ അങ്ങനെ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ആദിശങ്കരാചാര്യ സ്വാമികളുടെ വരികളിൽ പറഞ്ഞാൽ അദ്ദേഹം പറയും, കുരുതേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലനം അഥവാ ധ്യാനം അഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി ജന്മശതേന. ഇതാണ് ആചാര്യസ്വാമികളുടെ വരികൾ. നിങ്ങൾ എത്ര തീർത്ഥസ്ഥലങ്ങളിൽ പോയാലും, അദ്ദേഹം കുരുതേ ഗംഗാസാഗര ഗമനം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തും ഇന്നും ധാരാളം ആളുകൾ ഗംഗാസാഗരത്തിൽ പോകും. ഗംഗയും സാഗരവും ഒന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട് കൽക്കത്തയിൽ. അവിടെ ഗംഗാസാഗരം എന്ന് പറയും. അവിടെ പോവും ആളുകൾ. അവിടെ കുളിക്കുന്നത് ഏറ്റവും സർവശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, ഗംഗാസാഗരം. അങ്ങനെ ഗംഗാസാഗരത്തിൽ പോകുന്നു ചിലരാണെങ്കിൽ ദാനം ചെയ്യുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, പലതും ചെയ്യുന്നു. പക്ഷെ ജ്ഞാനവിഹീന, ജ്ഞാനമില്ലാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അടിസ്ഥാനമായി ജ്ഞാനം വേണം. ഈ ജ്ഞാനം എന്നത് സത്സംഗത്തിലൂടെ കിട്ടുന്നതാണ്. അച്ഛനമ്മമാര് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് ജ്ഞാനം. എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ, ഹിന്ദു ജന്തുവായിപ്പോയി, വലിയ വിവരമൊന്നുമില്ല. ഈ തൊഴുതുപോകൽ പ്രസ്ഥാനം മാത്രമായിപ്പോയി. രാമായണത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഇവിടെയാണ് നിങ്ങളൊക്കെ രാമായണം പഠിക്കേണ്ടതിൻ്റെ ആവശ്യം. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. എന്താണ് ലക്ഷ്മണന് സുമിത്രാദേവി ഉപദേശിച്ചത് എന്നാരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിക്കണം. നിങ്ങൾ മുസ്ലിം സമുദായത്തെ നോക്കൂ, അവരോട് നിങ്ങൾ ഖുറാന്റെ ഏത് ഭാഗമെടുത്ത് ചോദിച്ചാലും അവര്
പച്ചവെള്ളം പോലെ പറഞ്ഞു തരും. കാരണം കുട്ടിക്കാലത്തെ അവർ ഖുറാൻ പഠിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് ഐക്യമില്ല, കുടുംബങ്ങളിൽ ഒത്തൊരുമയില്ല, വിവാഹ ബന്ധങ്ങളിൽ ഉറപ്പില്ല, കുട്ടികളും അച്ഛനമ്മമാരും തമ്മിൽ ഒരു ഹൃദയബന്ധമില്ല. ഒരു കല്യാണം കഴിക്കുന്നവരൊക്കെ ഉള്ള ഒരു ബന്ധമുണ്ട്, അത് കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥത്തിൽ അവർ പോയി. എല്ലാം സ്വാർത്ഥതയിലൂന്നിയതാണ്. ഹിന്ദു എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. മനസ്സിലായില്ലേ? ഇസ്ലാം മതത്തിൽ നമ്മൾ കാണുന്നത് നിസ്വാർത്ഥതയാണ്. ഒരു മതത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി അവരവരുടെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ നോക്കൂ, അതാണ് ഹിന്ദു നേരെയാവാത്തത്. സ്വാർത്ഥതയിൽ ഊന്നിപ്പോയി ഹിന്ദു മതം. ഒരു കാലത്തത് നിസ്വാർത്ഥതയായിരുന്നു, ഇപ്പോഴത് സ്വാർത്ഥതയായി. അതെന്താ കാരണം? നമുക്ക് ആധ്യാത്മികമായ അറിവില്ല. നിങ്ങൾ വെറും ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് അത് കിട്ടില്ല. അപ്പൊ ഈ സ്വാർത്ഥതയിൽ ഊന്നിയ ഒരു മതത്തിന് ഐക്യവും ഒത്തൊരുമയും ഒരുമയൊന്നും ഒരു കാലത്തും ഉണ്ടാവില്ല. നിസ്വാർത്ഥതയിലൂന്നിയ ഒരു മതത്തിന് അവരുടെ മത സംസ്കാരം ഐക്യത്തോടെ നിർത്താൻ അവർക്ക് സാധിക്കും. അത് നിങ്ങൾ കണ്ടുപഠിക്കണം. അത് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ തന്നെ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ട. അതുകൊണ്ടാണല്ലോ പൊതുവെ അവരെ കാക്കകൾ എന്ന് പറയുന്നത്. ഈ മുസ്ലിം സമുദായത്തിനെ വിളിക്കുന്ന പേരാണ് കാക്കകൾ എന്ന്. ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താ ഈ കാക്കകൾ എന്ന് അവരെ വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചത് മുസ്ലിങ്ങൾ കാക്ക, അവര് ഇക്കാക്ക എന്നൊക്കെ പറയുന്ന ഒരു ബഹുമാനത്തിന്റെ പേരാണ്. പിന്നെ മനസ്സിലായത് കാക്കകളുടെ സ്വഭാവമാണെന്ന്. കാക്കകള് ഒന്നിച്ച് കൂടുന്നു, പെട്ടെന്ന് ഒന്നിച്ചുകൂടി ബഹളം ഉണ്ടാക്കുന്നു, ഇല്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ കാക്കൾക്കൂട്ട് ഒന്നിച്ചു വരും. എന്നിട്ട് അവിടെ കാക്ക ഒരുപാട് ശബ്ദ കോലാഹലം ഉണ്ടാക്കും എന്നതുപോലെയാണ്. എന്നാൽ ഹിന്ദുവിന്റെ കാര്യത്തിൽ ഒരു ആക്കിയില്ല. അത് ആടിന്റെ സ്വഭാവമാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അലറും അമറും. വേറെ ഒരാട് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു വിചാരിക്കുക. നിങ്ങൾ നോക്കൂ, ആടുകളെ അഴിച്ചു വിട്ടു, എവിടെയെങ്കിലും ഒരു കുഴിയിൽ ചെന്ന് ആട് വീണു, അത് അവിടെ കടന്ന് കരയുമ്പോൾ മറ്റേ ആടുകൾ ആ വഴിക്ക് നോക്കില്ല. ഇതാണ് ഹിന്ദു, സ്വാർത്ഥതയിൽ കുരുങ്ങിപ്പോയി. അതുകൊണ്ട് ഹിന്ദു നേരെയാവുന്നില്ല. എന്നും ദാരിദ്ര്യം, എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് ഇത് എന്നും കുറവുകൾ പറയാനേ ഹിന്ദുവിനുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കും, ഇവിടെ പാലക്കാടൊക്കെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് മുസ്ലിങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു അവിടെ. ഇന്നിപ്പോ ബിസിനസ് അവരയിലായി, സമ്പത്ത് അവരയിലായി. എറണാകുളം ജില്ല, നിങ്ങൾ എറണാകുളം സിറ്റി പോയി നോക്കൂ, എത്ര ബിസിനസ് അവരയിൽ. അവരടിക്കടിക്ക് പുരോഗതി പറയാം. മലപ്പുറം ജില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലേ, കണ്ണൂര്, ഇതെന്താ ഇത്ര അധികം ഒരു പുരോഗതി? ഇത് അവർ പരസ്പരം സഹായിക്കും, പരസ്പരം അവർ സഹായിക്കും. ഞാൻ എരുമേലിയില് അവിടെ ഒരു അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിൽ പോകണ്ടായി ഒരു 4-5 വർഷം മുമ്പ്. അപ്പൊ അവിടെ ഈ വാവരു സ്വാമിയുടെ പ്രശ്നം, അത് വാവരല്ല, അത് വാവരനാണ് എന്നൊരു കാര്യം വന്നപ്പോൾ നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന VG തമ്പി സാറ്, അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ പോയി എരുമേലിയിൽ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ എരുമേലിയിൽ ആ അമ്പലത്തിലൊക്കെ പോയി. അപ്പൊ അവിടെ കുറെ ആളുകൾ മീറ്റിംഗ് അത് ഇതൊക്കെ നടക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി പോയി. കാരണം ആ എരുമേലി ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം, ആളുകൾ ഇവിടെ നിന്ന് വലിയ ഭക്തിയോടുകൂടി പേട്ട തുള്ളാൻ വേണ്ടി പോകുന്ന ആ ക്ഷേത്രം, അതിന്റെ പരിസരം മുഴുവൻ ഹിന്ദുവിന് നഷ്ടപ്പെട്ടു പറയാണ്. ഒരു ഇഞ്ച് സെന്റ് പോലും ഹിന്ദുവിന്റെ കയ്യിലില്ല. അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ പള്ളിയില് പേട്ട തുള്ളുന്നത് പള്ളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ആ പള്ളിയിൽ ഒരുപാട് പൈസ വന്ന് വീഴും. ഒരു വർഷം മിനിമം 3-4 കോടി രൂപയാണ് വന്ന് വീഴുക ആ പള്ളിയില്, മുസ്ലിം പള്ളിയില്. ഹിന്ദു ക്ഷേത്രത്തിൽ വീണ ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ടു, അത് ഹിന്ദുവിന് വലിയ ഉപകാരമില്ല. എന്നാൽ പള്ളിയിൽ വീഴുന്നത് അവിടെ പള്ളി കമ്മിറ്റിയുടെ കയ്യിലാണ്. ആ പള്ളി കമ്മിറ്റിയിൽ കിട്ടുന്ന പൈസ അവരെന്ത് വെച്ചാൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും, പണം കൊടുക്കും. ഇപ്പൊ ഞാൻ അവിടുത്തെ ഒരു പള്ളിയിലത്തെ അവിടുത്തെ ഒരു മുസ്ലിം ആണെങ്കിൽ എനിക്കൊരു 50 ലക്ഷം വേണം, എനിക്ക് തരും. ഞാൻ ആ 50 ലക്ഷം കൊണ്ട് തിരിച്ചടയ്ക്കണം. അപ്പൊ അവർക്ക് പണം കിട്ടി കയ്യില്. ഈ പണം കൊണ്ട് അവർ ആ സ്ഥലമൊക്കെ വാങ്ങിച്ചു കൂട്ടി. മനസ്സിലായില്ലേ? ഹിന്ദുവിനാണെങ്കിൽ അത് വലിയ വില കിട്ടുന്നത്. പക്ഷെ ഈ ഹിന്ദു ജന്തു അറിഞ്ഞില്ല, ഇതൊരു വർഷം ശബരിമല സീസൺ വരുമ്പോൾ ഈ 50 ലക്ഷം അവന് മുതലാക്കുന്നുണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്കൂ, ശബരിമല സീസണിൽ അവിടെ കെട്ടിയിരിക്കുന്ന എല്ലാ ഷോപ്പുകളും ഹിന്ദുക്കളാണ് അധികം എടുക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ്. എന്നിട്ട് ഹിന്ദുവിനെ കൊണ്ട് നടത്തിക്കും. മുസ്ലിംസ് അത് കെട്ടും അവരെ സ്ഥലത്ത്, ഹിന്ദുവിന് അത് ലീസിന് കൊടുക്കും.
ഓരോ കടയ്ക്കും ലീസ് എടുക്കുന്നത് 25 ലക്ഷം, 15 ലക്ഷം, 30 ലക്ഷം. ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരു 2 വർഷം കൊണ്ട് അവൻ വാങ്ങിച്ച പൈസ അവന് മുതലായി. എന്തുകൊണ്ട് അവര് നന്നാവണോ? അവരിൽ ഐക്യമുണ്ട്. എന്തുകൊണ്ട് ഹിന്ദു നേരെയാവില്ല? സ്വാർത്ഥത, ഒടുക്കത്തെ സ്വാർത്ഥത. നന്നാവില്ലേ നമ്മള്? അപ്പൊ നമ്മള് ആദ്യം വേണ്ടതുണ്ടല്ലോ, കുറെയൊക്കെ നമുക്ക് രാമായണം പോലുള്ള കൃതികളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ വേണം. നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഒരു സ്വാർത്ഥ സ്വഭാവത്തെ മാറ്റണം, ഒരു സ്വാർത്ഥ സംസ്കാരത്തെ മാറ്റണം. മനസ്സിലായില്ലേ? ഇപ്പൊ കുട്ടികൾ കുറെ പേര് ഡൽഹിയിൽ സമരം ചെയ്തു. അവർക്ക് നീറ്റ് പരീക്ഷ നേരെയാക്കണം. വാസ്തവത്തിൽ അതായിരുന്നില്ല അവരുടെ മുഴുവൻ ലക്ഷ്യം. അതിൻ്റെ അകത്ത് മുഴുവൻ എന്താണ്, പാകിസ്ഥാൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ എണ്ണം കയറിപ്പറ്റി. അവരുടെ ലക്ഷ്യം വേറെയാണ്. ഇപ്പോഴാണ് അതൊക്കെ ഓരോന്ന് പുറത്തു വരുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തെ അട്ടിമറിക്കാം എന്നാണ്. ഇവിടുന്ന് എത്ര മുസ്ലിംസാ പോയത്? ഈ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ എത്ര മുസ്ലിംസ്. അവർക്ക് നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? ഒരുത്തനോട് നീറ്റ് എന്താന്ന് ചോദിച്ചപ്പം അവൻ പറയാം ബബ്ബ എന്ന്. ഒരു വിവരവുമില്ല നീറ്റിനെ കുറിച്ച്. ഇവന് നീറ്റേ അറിയില്ല. അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും താളം തെറ്റിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ഹിന്ദു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് സിസ്റ്റം മാറ്റുക. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ ഹിന്ദുക്കള് വെറും അന്തരാഷ്ട്രീയവും പറഞ്ഞ്, സ്വന്തം സ്വാർത്ഥതയും പറഞ്ഞ്, എന്നിട്ട് എവിടെയാ നന്നാവുന്നത്? നന്നാവുണ്ടോ? അതുമില്ല. നിങ്ങൾ നോക്കൂ, ഈ പാലക്കാട് ജില്ലയിൽ തന്നെ നോക്കൂ നിങ്ങൾ, എത്ര ആത്മഹത്യകളാണ് ഒരു വർഷം ഹിന്ദു വീടുകളിൽ നടക്കുന്നത്, കൊലപാതകങ്ങൾ നടക്കുന്നത്, കള്ളു കുടിച്ച് കുത്തിക്കൊല്ലുന്നത് എത്രണ്ണമുണ്ട്. എത്ര ഒന്ന് പഠിക്കൂ നിങ്ങളുടെ ഈ ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഹിന്ദുക്കൾ നേരെയാവുന്നില്ല. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഈ സ്വാർത്ഥത വെച്ച് രാമായണം കേട്ടതുകൊണ്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടൊന്നും നമ്മൾ നേരെയാവാൻ പോടില്ല. നിങ്ങളെ കുട്ടികൾ നേരെയാവാൻ പോടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പടച്ചവൻ നോക്കും. പടച്ചവന്മാരെ തന്നെ നോക്കാൻ പടച്ചവന്മാർക്ക് പറ്റില്ല. രാമായണത്തിൽ അതാ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. രാമൻ ദൈവമായിരുന്നുവെങ്കിൽ എന്തിനാ പിന്നെ വിശ്വാമിത്ര മഹർഷി നേരെയാക്കണം അദ്ദേഹത്തിന് സുപ്രഭാതം എന്തിനാ പറഞ്ഞു കൊടുക്കണം? ഈ ഗായത്രി എന്തിനു ഉപദേശിക്കണം? രാമൻ ദൈവമല്ലേ? രാമന് രാവണനെ കൊല്ലാൻ പോലും അദ്ദേഹത്തിന് ആദിത്യ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ അഗസ്ത്യ മഹർഷി പറഞ്ഞു എന്നാണ്. പിന്നെ രാമൻ ദൈവമല്ലേ? രാമൻ അങ്ങോട്ട് കൊന്നൂടെ? അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. ഈ അഗസ്ത്യ മഹർഷി വന്നോ, ആദിത്യ ഹൃദയം മോദി, അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ രാമൻ ദൈവമാണ്, അവര് നിവേദിച്ച രാമൻ നോക്കിക്കോളും എന്നുള്ളതാണ്. ഈ പൊട്ട ഭക്തി നമ്മൾ തലയിൽ കെട്ടിപ്പോയി. അതാണ് ഹിന്ദുവിന് അധപ്പതനം ഉണ്ടായത്. നമ്മൾ അവതാരങ്ങളെ ദൈവങ്ങളായി കണ്ടുപോയി. അവതാരങ്ങളൊക്കെ അനുഷ്ഠാനത്തിലൂടെ ദൈവീകതയിലേക്ക് ഉയർന്നവരാണ്. അവര് അനുഷ്ഠിച്ച് ദൈവീകതയിലേക്ക് ഉയർന്നവരാണ്. അവര് നമ്മളോടും പറയണത് നിങ്ങളും അനുഷ്ഠിച്ച് ദൈവീകതയിലേക്ക് ഉയരുമെന്നാണ്. അല്ലാതെ നമ്മുടെ പ്രശ്നം അവർ പരിഹരിക്കാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഹിന്ദുക്കൾ അന്ധവിശ്വാസം ഉണ്ടാക്കിയതാണ്. ഈ അന്ധവിശ്വാസമാണ് നമ്മൾ മാറ്റണം. ഇപ്പോഴും ഹിന്ദുക്കൾ അന്ധവിശ്വാസത്തിലാണ്. ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴും കുട്ടികൾക്ക് അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ദേവിയും ദേവനും നമ്മുടെ പ്രശ്നം പരിഹരിക്കാനിരിക്കുന്നവരല്ല. ഒരു ശ്ലോകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എവിടെങ്കിലും? ഒരു ശ്ലോകം ഗീതയിലില്ല, ഭാഗവതത്തിലില്ല, രാമായണത്തിലില്ല. ഇതേതോ അച്ഛനമ്മമാര് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് പറയുന്നത്, ഈ ഗുരുക്കന്മാര് അല്ലെങ്കിൽ ഈ ദൈവികതയുള്ളവരൊക്കെ നമ്മളോട് പറയണത്, നിങ്ങളെല്ലാവരും കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളവരാണെങ്കിൽ നിങ്ങളിലുള്ള ദൈവീകത നിങ്ങൾക്ക് ഉണർത്താം. നിങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുക. സഹചര സഹനാവപതു സഹനോ പുനക്തു. ഒന്നിച്ച് നിങ്ങൾ ഉയരുക. സ്വാർത്ഥത നിങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. എത്ര കണ്ട് സ്വാർത്ഥരാണോ അത്ര നിങ്ങൾ അധപ്പതനമാണ്. അപ്പൊ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ അവിടെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. സ്വന്തം വീടും സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളുകൾക്ക് അധപ്പതനമേ ഉള്ളൂ. അതിലൊരു സംശയം വേണ്ട ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ തരം വിവരങ്ങൾ, കുറേ മാറ്റങ്ങൾ ഉണ്ട് ഇന്ന് പണ്ടത്തേതിനേക്കാളും. ഇന്നിപ്പോ പണ്ടത്തേതിനേക്കാളും നാരായണീയം, ഭാഗവതം ഇതൊക്കെ പ്രചരിച്ചു വരുന്നുണ്ട്. പഴയതിനേക്കാളും നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് നമ്മൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ നേരെയായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കേരളം പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്ര സ്വാർത്ഥതയിലാണ് ജീവിക്കുന്നത്, നമ്മൾ അറിയില്ല.
എപ്പോഴും ഓർത്തോളൂ, സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഹിന്ദുമതം കേരളത്തിൽ അധപ്പതിക്കും. മനസ്സിലായില്ലേ? നിസ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു മതം നിലനിൽക്കും. അപ്പൊ നമ്മൾ സ്വാർത്ഥതയിൽ, ശരിക്കും ഇസ്ലാം മതം രക്ഷപ്പെടുമായിരുന്നു അവരിലെ ഈ തീവ്രവാദം ഇല്ലായിരുന്നെങ്കിൽ. ആ തീവ്രവാദം കൂടി ഉള്ളതുകൊണ്ടാണ് അവർ നന്നാവാത്തത്. ബാക്കിയെല്ലാം അവരിൽ നല്ലതുമാണ്. നിങ്ങൾ നോക്ക്, എത്ര സക്കാത്ത് കൊടുക്കുന്നു, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര കാര്യങ്ങളാണ് അവരുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അത് നോക്കുമ്പം ശ്രേഷ്ഠം തന്നെയാണത്. എല്ലാവരും ഒരുമുണ്ട്, ഐക്യമുണ്ട്, ഒത്തൊരുമയുണ്ട്. അക്കാര്യത്തിൽ അവർ ഉഷാറാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ പോയി നോക്കൂ. ആ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും, ആ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആദരവ് വരും അവരോട്. ബാക്കി അവരുടെ രൂപഭാവങ്ങൾ നോക്കുമ്പോഴേയുള്ള പ്രശ്നം. ആ മുഖത്തൊക്കെ രൗദ്രത കൊണ്ടുകൊണ്ട് അവരുടെ ഉള്ളിൽ വേണ്ടാത്തത് കുറെ കുത്തി നിറച്ചു. മറ്റു മതങ്ങളെ കാഫീറുകളായിട്ടും മറ്റു മതങ്ങളൊക്കെ മോശമാണെന്നൊക്കെയുള്ള രീതിയിൽ ചിത്രീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹിന്ദു മതത്തെ കടത്തി വെട്ടുമായിരുന്നു അവര്. ആണോ അല്ലയോ? കാരണം അവരെ പഠിപ്പിക്കുന്ന നിസ്വാർത്ഥത, അത് നമ്മൾ ഹിന്ദുക്കൾ ഇനിയെങ്കിലും പഠിക്കണം. നമ്മൾ സ്വാർത്ഥരാകുന്നത് കൊണ്ടാണ് ഹിന്ദുമതം അധപ്പതിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അന്ന് ഒരുപാട് ആളുകൾ നിസ്വാർത്ഥരായതുകൊണ്ടാണ് ഈ ഹിന്ദുമതം നിലനിന്നത്. അവരങ്ങനെ സേവനം നടത്തിയത് കൊണ്ടാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ വിശ്വാമിത്ര മഹർഷി രാമനെ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി യാഗരക്ഷ, എന്തെല്ലാമാണ് അദ്ദേഹം വരം കൊടുക്കുന്ന, അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന അസ്ത്രങ്ങൾ, അവരൊക്കെ നിസ്വാർത്ഥരായിരുന്നു. അപ്പൊ അവരൊരു സമൂഹത്തിന് വേണ്ടി നല്ല രാജാവ് ഉണ്ടാവണം, അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല രാജാവിനെ രൂപപ്പെടുത്താൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ രീതി ചിന്തിച്ചത് കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? ഭാരതത്തിന്റെ സംസ്കൃതി അതാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ ഇത് വളരെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ നമുക്ക് 3 ശത്രുക്കളാണുള്ളത്. ഒന്ന്, ഇവിടെ ഭരിച്ച കുറെ ഇടതുപക്ഷ സംസ്കാരം, അതെങ്ങനെ ഹിന്ദുമതത്തെ ടാർണിഷ് ചെയ്യാൻ പറ്റുന്നുള്ളത് അവർ കുറെ കാലം കൊണ്ട് നമ്മളെ മനസ്സിൽ വരുത്തി വെച്ചപ്പോൾ നമ്മുടെ യുവതലമുറ ഇതിനെ കുറ്റം പറയുന്നവരായി തീർന്നു. രാമായണത്തെ നല്ല രീതിയിൽ കാണുന്നവരല്ല, രാമായണത്തെ മോശ രീതിയിൽ കാണുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, വലിയ വലിയ പ്രൊഫസർമാരായിട്ടുള്ള കുറെ പൊട്ടന്മാരുണ്ട്, ഇടതുപക്ഷക്കാര്. ഇത് ഇതൊക്കെ ചാതുർവർണ്ണ്യം പറഞ്ഞു നടക്കുന്നപ്പോഴും ഇതൊക്കെ ബ്രാഹ്മണന്മാരുടെയോ അല്ലെങ്കിൽ ഇതൊക്കെ നായന്മാരുടെയൊക്കെ ബുക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശങ്കരാചാര്യ കാലടി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസർ പറഞ്ഞ ഇതൊന്നും ദളിതന്മാര് വായിക്കരുതെന്ന്. എന്തൊരു അധപ്പതന നോക്കൂ നിങ്ങൾ, ഒരു പ്രൊഫസറാ പറയുന്നത്. അപ്പൊ എന്ത് വിദ്യാഭ്യാസം അവർക്കൊക്കെ ഉള്ളത്? ഇത് ദളിതനെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ നോക്ക്, അവരുടെ ഉള്ളിലുള്ള അസങ്കുചിത്വം നോക്ക്. ഇത് മാനവരാശിക്ക് നൽകിയതാണ്. നിങ്ങൾ വാത്മീകിയുടെ കഥ എടുത്ത് നോക്കിയാൽ എന്ത് ബ്രാഹ്മണനായിട്ട് അയാൾ വന്നത്. അതുപോലെ തന്നെ ഇത് എഴുതി വെച്ച് എഴുത്തച്ഛൻ എന്ത് ബ്രാഹ്മണനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നായന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അന്നത്തെ കാലത്ത് യാഥാസ്ഥിക നായന്മാരല്ല ഈ എഴുത്തച്ഛൻ വിഭാഗം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ വിഭാഗം യാഥാസ്ഥിക നായന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. അപ്പൊ ഈ നായരെന്നും മേനോനെന്നൊക്കെ വന്നത് ജാതിയിൽ വന്നതല്ല. അന്നത്തെ രാജാക്കന്മാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട, അന്ന് പൂജാതി കർമ്മങ്ങളും വേദകർമ്മങ്ങളും ഒക്കെ ചെയ്തവരെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചു. ഒരു കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ രാജ്യം ഭരിച്ചവരെ ക്ഷത്രിയ എന്ന് വിളിച്ചു. പടയാളികളായിരുന്ന കുറെ ആൾക്കാരെ നായന്മാരെന്ന് വിളിച്ചു. അന്ന് കണക്ക് നോക്കിയവരെ കുറെ മേനോന്മാരെന്ന് വിളിച്ചു. ഇങ്ങനെ കുറെ അന്നത്തെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാതി വന്നത്. എഴുത്തച്ഛന്ന് വിളിക്കാൻ കാരണം അന്നത്തെ ഈ ഗുരുകുലങ്ങളൊക്കെ നടത്തിയത്, അന്നത്തെ കുട്ടികൾക്ക് എഴുത്തും വിദ്യാഭ്യാസവും പകർന്നു കൊടുത്തത് എഴുത്തച്ഛൻ സമൂഹമായതുകൊണ്ട് അവരെ എഴുത്തച്ഛൻ എന്ന് വിളിച്ചു. പക്ഷെ അത് പിന്നീട് അതൊരു ജാതീയമാക്കി സവർണൻ അവർണൻ എന്നൊക്കെയുള്ള രീതി ചിത്രീകരിച്ചു. എന്നാൽ ഈ കൃതികളൊന്നും ജാതിയെ സംബന്ധിച്ചല്ല പറയുന്നത്, മനുഷ്യനെയാണ്. അപ്പൊ മനുഷ്യൻ എന്ന മനസ്സിനെ ദൈവീകമാക്കാൻ അതിന് നമുക്ക് വഴി കാണിക്കുന്ന കൃതിയാണ് ഇതൊക്കെ. അപ്പൊ അവിടെ ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയ എന്നൊന്നുമില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ഇത് പഠിക്കേണ്ടത്. നിൽക്കട്ടെ, നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സുമിത്രാദേവിയുടെ മഹത് വചനമാണ്, ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. അവിടെ നിങ്ങളത് മനസ്സിലാക്കണം. ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നത് അമ്മയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അമ്മ പറയുന്നത് കേൾക്കുന്ന ഒരു പുത്രൻ, അമ്മ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പുത്രൻ. അപ്പൊ ആ അമ്മ പറയുന്നത് ഉൾക്കൊള്ളണമെങ്കിൽ അമ്മ എത്ര തപസ്യായിരിക്കണം എന്നുള്ളത് ഇന്ന് ഇത് അമ്മമാര് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മക്കളെ സ്വാധീനിക്കാൻ പറ്റാത്തതിന്റെ കാരണം അമ്മമാരിൽ അനുഷ്ഠാനമില്ലാതെ പോയി.
ഒരനുഷ്ഠാനമുള്ള ഒരമ്മ പറഞ്ഞാൽ മക്കൾ കേൾക്കും. അത് ലക്ഷ്മണന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിവർത്തനമുണ്ടാക്കിയത്? ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ടല്ലോ, അത് നിങ്ങൾ ഈ ദൈവമായി കാണരുത്. ഒരമ്മയുടെ സ്വാധീനത്താൽ ലക്ഷ്മണനുണ്ടാകുന്ന പരിവർത്തനം. നിങ്ങൾ ലക്ഷ്മണനെ കാണെങ്കിൽ നിങ്ങൾ ഫുൾ രാമായണത്തിലൂടെ ഒന്ന് കണ്ണോടിക്കണം. അപ്പൊ ലക്ഷ്മണനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചു നിങ്ങളോട്. രാമന്റെ കൂടെ പോകുമ്പോഴും 12 വർഷം രാത്രി ഉറക്കൊഴിഞ്ഞ ആളാണ് ആര്? അപ്പൊ അന്ന് സുമിത്ര പറഞ്ഞിട്ടുണ്ട്, രാമനെ നീ അച്ഛനെ സൂക്ഷിക്കുന്ന പോലെ, കാത്തു സംരക്ഷിക്കുന്ന പോലെ നീ സംരക്ഷിച്ചോളൽ. ശ്രീരാമൻ ഒരിക്കലും പറഞ്ഞില്ലേ ലക്ഷ്മണനോട് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് തൻ്റെ കർത്തവ്യമാണ്. കാരണം അമ്മ പറഞ്ഞ നിയോഗമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവര് പറയുന്നത് അനുസരിക്കണം. അപ്പൊ ആ ഒരു തർക്കുത്തരം പാടില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇത് ലക്ഷ്മണന്റെ ഉള്ളിൽ വന്നു. അതുപോലെ പിന്നീട് സീതാദേവി ലക്ഷ്മണനെ വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മണനെ ഏറ്റവും മോശം ഭാഷയിലാണ് സീതാദേവി അവഹേളിക്കുന്നത്. അതും ലക്ഷ്മണന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യാണ്. ഒരു കാമാന്ധനായിട്ടാണ് സീതാദേവി ലക്ഷ്മണനെ കാണുന്നത്. എന്നാൽ അതിലൊന്നും പൊട്ടിത്തെറിക്കാതെ അപ്പോഴും നോക്കൂ നിങ്ങൾ, നീ നശിച്ചു പോവോ ശപിച്ചു പോവല്ല, എങ്ങനെ സീതാദേവിയെ സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ലക്ഷ്മണൻ. രാമായണത്തിൽ അങ്ങനെ ലക്ഷ്മണരേഖയെക്കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ കഥ പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത് ലക്ഷ്മണൻ സീതാദേവിക്ക് ചുറ്റുമൊരു ലക്ഷ്മണരേഖ വരച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് അന്ന് ചോക്കും കൊണ്ടുപോയിരുന്നോ ലക്ഷ്മണരേഖ വരച്ചു എന്നൊന്നല്ല. അതൊരു ഭാവനയിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് വാത്മീകി രാമായണത്തിലും ഇല്ല, വാസ്തവത്തിൽ അത് വ്യാസരാമായണത്തിലും ഇല്ല. അത് പിന്നീട് അങ്ങനെ എനിക്ക് തോന്നുന്നു കമ്പരാമായണത്തിൽ നിന്നിട്ട് വന്നതായിരിക്കാം. അത് അങ്ങനെയാണ് ആ ഒരു കഥ പ്രസിദ്ധമായത്, ലക്ഷ്മണരേഖ എന്നുള്ളത്. തുളസീദാസിയുടെ രാമായണത്തിലും അതുണ്ട്. അത് ശരിയാണ്. അപ്പൊ അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ വാത്മീകി മഹർഷി അത് എഴുതിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നുണ്ട്, ദേവതമാരോടൊക്കെ പറയുന്നുണ്ട് സീതയെ സംരക്ഷിച്ചു കൊള്ളണം. അപ്പൊ അതായിരിക്കും പിന്നീട് ഒരു ലക്ഷ്മണ രേഖയായിട്ട് വന്നത്. അതായത് തന്നെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടും താൻ മനസ്സാവാച ചിന്തിക്കാത്ത കാര്യം പറഞ്ഞിട്ടും അപ്പോഴും ആ ദേവിയെ സംരക്ഷിക്കണം എന്നൊരു മനസ്സുണ്ടല്ലോ. കാരണം ഇവിടെ സുമിത്രാദേവി പറഞ്ഞിട്ടുണ്ട്, നീ സീതയെ എന്നെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ചു കൊള്ളണമെന്ന്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ലക്ഷ്മണന്റെ ഉള്ളിൽ അമ്മ പറഞ്ഞ വരികള് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നീട് സീതാദേവിയെ രാവണന്റെ കസ്റ്റഡിയിൽ നിന്നൊക്കെ മോചിപ്പിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞു, സീതാദേവി ലക്ഷ്മണനോട് അഗ്നി കൂട്ടാൻ പറയാണ്. അഗ്നി സാക്ഷി ആയിട്ട് തൻ്റെ പവിത്രത, തൻ്റെ ചാരിത്ര്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ലക്ഷ്മണനാണ് തീ കൂട്ടുന്നത്. അപ്പൊ അതിനും ലക്ഷ്മണനാണ് നിയുക്തനായത്. അപ്പോഴും ആ അമ്മ പറയുന്നത് അനുസരിക്കുക. അത് കഴിഞ്ഞ് പിന്നീട് സീതാദേവിയെ ഉത്തര രാമായണത്തിൽ വരുമ്പം ഗർഭിണിയായ സീതയെ കാട്ടിൽ നമ്മൾ പറയുന്ന ഉപേക്ഷിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാടെന്ന് പറഞ്ഞാൽ വാത്മീകി ആശ്രമ സന്നിധിയിൽ അവിടെ കൊണ്ട് ഇറക്കി വിടുമ്പോൾ അതും നിയോഗം ലക്ഷ്മണനായിരുന്നു. പിന്നീട് വീണ്ടും അശ്വമേധ യാഗ സമയം നടത്തുന്ന സമയത്ത് സീതാദേവിയെ വാത്മീകി ആശ്രമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതും ലക്ഷ്മണനാണ്. ഇങ്ങനെ സീതാദേവിയെ കൊണ്ടുവരിക, സീതാദേവി പറയുന്നത് പോലെ തീ കൂട്ടുക, ഇതൊക്കെ ചെയ്യുന്ന ആ ലക്ഷ്മണൻ സീതാദേവിയാൽ ഏറ്റവും വേദനിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ടും ആദരവോടെ അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ സ്വാധീനമാണ്. എന്താണ് അമ്മയുടെ വരികള്? രാമം ദശരഥം വിദ്യം. ഇത് പഠിക്കണം നിങ്ങളെല്ലാവരും. രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജാം അയോധ്യാം അടവിം വിദ്യം ഗച്ഛതാത തതസുഖം എന്നാണ് ശ്ലോകം. ഇതെല്ലാ ഹിന്ദുക്കളും പഠിച്ചു വെക്കേണ്ട വരികളാണ്. ഭാരതത്തിന്റെ മാതൃത്വത്തിന്റെ മഹനീയമായ വരികളാണത്. ഒരു പുത്രനെ മഹാനാക്കി മാറ്റുന്ന അമ്മ നൽകിയ ഉപദേശമാണത്. എങ്ങനെയാണ് ഒരമ്മ മകനെ മഹാനാക്കി മാറ്റുന്നത്? ഇത് നമ്മുടെ അമ്മമാര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മമാർക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. നീ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ കർത്തവ്യം എന്താണ്? ഇവിടെ നമ്മളിപ്പം രാമം ദശരഥം വിദ്യ എന്നുള്ളത് ലക്ഷ്മണൻ ഉപദേശിച്ചതാണ്. മാം വിദ്യം ജനകാത്മജാം അയോധ്യാം അടവിം വിദ്യം ഗച്ഛതാത സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്?
ഈ ശ്ലോകത്തിന്റെ അർത്ഥം പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. കാര്യം ഇന്നത്തെ കുട്ടികൾക്ക് രാമൻ ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിന്റെ സ്വാർത്ഥതയെ ത്യാഗം ചെയ്യുക. ത്യാഗമാണ് അതിന്റെ ഉജ്ജ്വലത. രാമനെ നീ സംരക്ഷിക്കണം. അപ്പൊ നിന്റെ സുഖം നോക്കരുത്. ആരുടെ സുഖം നോക്കണം? രാമന്റെ സംരക്ഷണം. അപ്പൊ നിന്റെ സ്വാർത്ഥത നീ മാറ്റണം. ത്യാഗമാണ് ഒന്നാമത്. സ്വാർത്ഥതയെ നീ ത്യാഗം ചെയ്താലും, നിന്റെ സ്വാർത്ഥത നീ വിട്ടാലും, ഇതൊരമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇന്നിപ്പോ സ്വാർത്ഥതയാണ് ബന്ധങ്ങൾ നശിപ്പിക്കുന്നത്. സ്വാർത്ഥതയാണ് എല്ലാ താടം തെറ്റിക്കുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെയാണ് നമ്മൾ അമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്വാർത്ഥതയാണ് ത്യാഗം ചെയ്യേണ്ടത്. രണ്ടാമത്തത് എന്താണ്? നീ മറ്റുള്ളവരെ, നിന്റെ ജോലി എന്താണ്? മറ്റുള്ളവരെ സംരക്ഷിക്കുക. നിന്നാൽ ആവും വിധത്തിൽ മറ്റൊരാളെ സഹായിക്കുക, സംരക്ഷിക്കുക. മറ്റൊരാൾക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങളെ പകർന്നു കൊടുക്കുക. അപ്പോ ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മറ്റൊരാളെ സംരക്ഷിക്കുക, ആദരിക്കുക, സുഖ സംരക്ഷണങ്ങൾ കൊടുക്കുക, മറ്റൊരാളെ കംഫർട്ടബിൾ ആക്കുക. അപ്പൊ നോക്കൂ, തൻ്റെ സ്വാർത്ഥത മാറ്റി മറ്റൊരാൾക്ക് വേണ്ടത് കൊടുക്കുന്നു. ഇനി മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ശരി, എന്ത് തന്നെ നിന്നെ വേദനിപ്പിച്ചാലും ശരി, അപ്പൊ നീ ഒരിക്കലും പ്രക്ഷുബ്ധനാവരുത്, പൊട്ടിത്തെറിക്കരുത്. അപ്പോഴും നീ മനസ്സിലാക്കണം, ഇതെല്ലാം ഒരു ദൈവനിയോഗമാണ്. ഇതെല്ലാം നിന്റെ ഉള്ളിലുള്ള കുറെ പാപങ്ങൾ തീർന്നു പോവാനാണ്. അപ്പോഴും നല്ലത് മറ്റുള്ളവർക്ക് വരണം എന്ന് ചിന്തിക്കുക. അപ്പൊ നല്ല ഒരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ ഒരു മനസ്സാക്കി മാറ്റാം എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജാം. അപ്പൊ അമ്മ ചീത്ത പറയുമ്പോ ഒരു മകന് ബോധം ഉണ്ടാവണം, അമ്മ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇതൊരു ദൈവനിയോഗമാണ്, ഇതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്, ഞാനിതിലൊന്നും പ്രക്ഷുബ്ധനാവരുത്, ഞാനിതിൽ ക്ഷോഭ്യനാവരുത്, എൻ്റെ സമചിത്തത കൈവിട്ടു പോകരുത്, ഇതൊക്കെ ബോധം ഉണ്ടാവണം. അയോധ്യാമടവിൻ വിദ്യം, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഉള്ള സാഹചര്യത്തെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീ മുന്നേറണം. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് മകന് പകർന്നു കൊടുക്കുന്ന ഒരു അമ്മ, ഇത് വളരെയധികം സ്വാധീനിച്ചു ലക്ഷ്മണനെ എന്ന് പറയാണ്. ലക്ഷ്മണന്റെ വ്യക്തിത്വം തന്നെ മാറ്റിയെടുക്കുന്നതിൽ ഇത് വളരെ വലിയൊരു സഹായകമായി അമ്മയുടെ വരികളിൽ നിന്നാണ്. അപ്പൊ 3 വാക്കുകൾ നമ്മൾ മറക്കരുത് ഈ ഒരു വരികളിൽ നിന്ന്. 1, ത്യാഗം ചെയ്യണം, സ്വാർത്ഥത. 2, മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സേവിക്കാനും സഹായിക്കാനും പറ്റണം. 3, ആര് എന്ത് തന്നെ കുറ്റം പറഞ്ഞാലും പൊട്ടിത്തെറിക്കരുത്. അതെല്ലാം മറികടക്കാനുള്ളൊരു മനോബലത്തെ നിനക്കുണ്ടാവണം. ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ക്ഷമാശീലം, സഹനശക്തി നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇതൊക്കെ ഒരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമുണ്ടല്ലോ, അവിടെയാണ് ഒരു കുടുംബ ജീവിതത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ രാമായണം അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കാൻ പറഞ്ഞത്. പലരും തെറ്റിദ്ധരിച്ചത് എന്താണ്? കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചാൽ ദാരിദ്ര്യം തീരുന്ന. ആര് ദാരിദ്ര്യം തീർക്കണു? രാമായണ പുസ്തകം ദാരിദ്ര്യം തീർക്കൂ? അതല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ലക്ഷ്മി ദേവി കുടത്തിൽ സ്വർണം ചൊരിഞ്ഞ് ദാരിദ്ര്യം തീർക്കൂ? വ്യക്തികളിൽ മാറ്റമില്ലാതെ എന്ത് ദാരിദ്ര്യ തീരുക? വ്യക്തികളിൽ മാറ്റമില്ലാതെ എന്ത് പ്രശ്നങ്ങളാ തീരുക? ഇപ്പൊ രാമായണം വായിക്കുന്നത് ഐശ്വര്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐശ്വര്യറായി വന്നിട്ട് ഐശ്വര്യം ഉണ്ടാക്കുമോ? ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുതരും? ഇതാ നിങ്ങളുടെ വീട്ടിൽ രാമായണം വായിക്കുന്നു, ഒരു 10,000 രൂപ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വല്ലവരും കൊണ്ടുതരും വഴിപോക്കന്മാര്? എങ്ങനെയാണ് ഐശ്വര്യം ഉണ്ടാവുക? വ്യക്തികളിൽ മാറ്റമുണ്ടാവണം. അപ്പൊ വ്യക്തികളിൽ മാറ്റമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വേണം. അവനവന്റെ സ്വാർത്ഥത, ത്യാഗം ചെയ്യാനുള്ള മനസ്സ്. ത്യാഗമാണ് രാമായണത്തിന് ഏറ്റവും വലിയ സമ്പത്ത്. ആ ത്യാഗം എന്ന സംസ്കാരം. അതുപോലെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും ഉള്ളൊരു മനസ്സ്. ആര് കുറ്റപ്പെടുത്തിയാലും ക്ഷോഭിതനാവാതെ പൊട്ടിത്തെറിക്കാതെ അതിനെ മറികടക്കാനുള്ള മനോബലമുള്ളൊരു മനസ്സ്. ഇതൊക്കെ നിങ്ങൾക്കുണ്ടാവണം എന്ന് ലക്ഷ്മണന് ഉപദേശിക്കുന്ന സുമിത്രയെ പോലെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ അമ്മമാരൊക്കെ രാമായണം വായിച്ച് മക്കളെ ഉപദേശിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാവുമായിരുന്നു, എത്ര വീടുകൾ നന്നാവുമായിരുന്നു. ഇപ്പൊ രാമായണ വായനയുടെ കുഴപ്പമില്ല, രാമായണം വായിച്ചിട്ടും നേരെയാവണില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം.
രാമായണം വെറുതെ നമ്മളിങ്ങനെ വെറുതെ വായിച്ച് വായിച്ച് തീർത്തു പോവുകയാണ്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റമുണ്ടാവണം. ഇപ്രകാരമൊക്കെ പറഞ്ഞ് അങ്ങനെ സുമിത്രാദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ലക്ഷ്മണനും രാമനും സീതാദേവിയും നേരെ അച്ഛനായ ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി യാത്ര പറയണം. അതൊക്കെ പുലർച്ചെ സമയമാണ്. സമയം 3-3:30 ആയിട്ടേ ഉള്ളൂ. ഏറ്റവും രാവിലെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞ്. അന്ന് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ രാമന്റെ പട്ടാഭിഷേകമാണ്. അപ്പൊ പട്ടാഭിഷേകം നടക്കാൻ സൂര്യോദയത്തിന് മുമ്പാണ് ഇതെല്ലാം താളം തെറ്റി തകിടം മറിഞ്ഞു പോയത്. അവിടെ ചെന്നപ്പോ അച്ഛനെ കൈകുപ്പി, അപ്പോഴേക്കും പൊട്ടി പൊട്ടി കരയാണ് അച്ഛൻ. ആ സമയത്ത് ഇവിടെ കൈകേയി ദേവി നോക്കണം, ഒട്ടും അവർക്ക് മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടായില്ല. എന്നാൽ ഈ കുട്ടികൾ ആ കാട്ടിപ്പോവാണ്, സീതയും കാട്ടിപ്പോവാണ്, ലക്ഷ്മണനും കാട്ടിപ്പോവാണ്. എന്നാ പിന്നെ ഇവിടെ കൈകേയി ചോദിക്കാമായിരുന്നു ദേഷ്യപ്പെട്ടിട്ട്, എന്തിനാ സീതയൊക്കെ പോകുന്നതെന്ന്, രാമൻ മാത്രം പോയാൽ പോരെ. അവർക്ക് അങ്ങനെ ഒരു ദയൊന്നും തോന്നുന്നില്ല. അവരുടെ മനസ്സിൽ ഇതൊറ്റ വാശിയുള്ളൂ, ഭരതനെ എങ്ങനെങ്കിലും ചക്രവർത്തിയാക്കണം, അതിന് രാമൻ ഒരു തടസ്സമായി മാറരുത്. ഈ ഒരൊറ്റ വാശിയിൽ നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ ആ സമയത്ത് അവര് വൽക്കലം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു മന്ധരയോട്. അങ്ങനെ വൽക്കലം ഒക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ രാത്രി പോയി ഷോപ്പ് ചെയ്തിട്ടുണ്ടോ അറിയില്ല, ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് അറിയില്ല. എന്തായാലും ഇവർക്ക് കൊടുക്കാനുള്ള മരവുരിയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ രാമനും കൊടുത്തു മരവുരി, ലക്ഷ്മണനും കൊടുത്തു, സീതയ്ക്കും കൊടുത്തു. സീതയ്ക്ക് അറിയില്ല ഇത് എന്താ ചെയ്യേണ്ടതെന്ന്, ഇത് എവിടെ കെട്ടേണ്ടതെന്ന്. ആണുങ്ങളാണെങ്കിൽ പിന്നെയും ഒരു മുണ്ട് പോലെ കരയിൽ ചുറ്റാൻ പറ്റും, സീതയ്ക്ക് ഇപ്പം സാരി മാറ്റാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. അപ്പൊ സീത എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പിടിച്ചിരുന്നപ്പോഴാണ് ശ്രീരാമസ്വാമി അതെടുത്തിട്ട് സീതയോട് പറഞ്ഞു, സീത ഡ്രസ്സിന്റെ മുകളിൽ ഉടുത്താൽ മതി. അങ്ങനെ സീതാദേവി തൻ്റെ വസ്ത്രത്തിന്റെ മുകളിൽ അത് ഉടുത്തു എന്നാ. ഇതൊക്കെ കണ്ടപ്പോഴേക്കും വസിഷ്ഠർക്ക് അങ്ങോട്ട് കോപം വന്നു. വസിഷ്ഠർ പറഞ്ഞു, മൂഢയെ, കുറെ ചീത്ത വിളിച്ചു കൈകേയിയെ. നോക്കണം, രാജാവിൻ്റെ ഏറ്റവും ഇഷ്ടപത്നിയെ അന്ന് വസിഷ്ഠര് പോലും ശപിക്കേണ്ട ഒരവസ്ഥ വന്നു. എന്ത് തെറ്റാണ് സീത ചെയ്തത്? രാമനെ അല്ലേ നീ കാട്ടിൽ പോകാൻ പറഞ്ഞയച്ചത്? രാമനല്ലേ നീ മരവുരി കൊടുക്കാൻ യോഗ്യതയുള്ളൂ? എന്തിനാണ് സീതയ്ക്ക് അത് കൊടുത്തു? മഹാപാപമല്ലേ നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത ആ വസിഷ്ഠരുടെ വായിൽ നിന്നും ആർക്ക് കേൾക്കേണ്ടി വന്നു? കൈകേയിക്ക് കേൾക്കേണ്ടി വന്നു. ഇതെല്ലാം കൂടി കണ്ടപ്പോഴേക്കും ദശരഥന്റെ താളം തെറ്റി. ദശരഥൻ അവിടുന്ന് ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, എത്രയും വേഗം എന്നെ രാമന്റെ മാതാവ് കൗസല്യയുടെ ഗൃഹത്തിൽ കൊണ്ടാക്കണം. ഇനി ഒരു നിമിഷം പോലും ഈ ദുഷ്ടയുടെ കൂടെ ഞാൻ നിൽക്കില്ല എന്നാണ്. നോക്കൂ, രാജാവിന് അത്രയും ഒരു മാനസിക ബന്ധമുള്ള, രാജാവ് അത്രയും സ്നേഹിച്ച, രാജാവ് അത്രയും ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ രാജാവ് തൻ്റെ സമ്പത്ത് നല്ലൊരു ശതമാനം ചെലവഴിച്ച ആ കൈകേയിയോട് ഒരു നിമിഷം വെറുപ്പ് വന്നതോടുകൂടി ആ കൈകേയി അടുത്ത് നിൽക്കുന്നത് പോലും രാജാവിന് വിഷമമുള്ള കാര്യമായി മാറി. അപ്പൊ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, സ്വാർത്ഥതയിലുള്ള സ്നേഹമാണെങ്കിൽ അതിന് ആയുസ്സില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ, നിങ്ങൾ കുട്ടികളോടൊക്കെ പറയണം, സ്വാർത്ഥ ബന്ധങ്ങൾക്ക് ആഴമില്ല, സ്വാർത്ഥ ബന്ധങ്ങൾക്ക് ഹൃദയമില്ല. അതെപ്പോ വേണമെങ്കിലും പൊട്ടിപ്പിടർന്നു പോവാം. കാരണം അതൊക്കെ സമ്പത്തിലും സൗന്ദര്യത്തിലും ഭൗതിക സുഖത്തിലും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം നിൽക്കുന്നതാണ്. വിലയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു ക്ലിയോപാട്ര. അവർ സൂയിസൈഡ് ചെയ്യുക ചെയ്തത്. എന്താ കാരണം വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് അവര് മനസ്സിലാക്കി, തന്നെ സ്നേഹിക്കുന്നവരൊക്കെ തൻ്റെ ശരീരത്തെയാണ് നോക്കുന്നത്. തൻ്റെ ആത്മാവിനെ, തൻ്റെ ഹൃദയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാരും ഉണ്ടായില്ല. നിങ്ങൾ നോക്കൂ, സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച ജയലളിത അവസാനം മാനസികമായി തകർന്ന് തരിപ്പണായിട്ടാണ് മരിച്ചത്. ജയലളിതയുടെ അവസാനത്തെ കാലത്തെ നാളുകളൊക്കെ നോക്കൂ നിങ്ങൾ. അവസാനം അവർ പറഞ്ഞു, എല്ലാവരും എൻ്റെ സമ്പത്തിനെയാണ് സ്നേഹിച്ചത്, എന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ ആരും ഉണ്ടായില്ല. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഇത് കൈകേയിയും ദശരഥനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, നിങ്ങൾ നോക്കണം, അത് നിങ്ങൾക്കൊക്കെ ഉള്ളൊരു പാഠങ്ങളാണ്. മക്കളോടൊക്കെയുള്ള സ്നേഹം ഒക്കെ സ്വാർത്ഥതയിലൂന്നിയതാണെങ്കിൽ അവര് നിങ്ങളുടെ പണത്തിലും നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലും നോക്കും, സ്വത്തിലും നോക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ കരയും, ഓ ഞങ്ങളെ അല്ല സ്നേഹിച്ചത്, ഇവർക്ക് വേണ്ട സ്വത്താണ്, അതിലേക്കാണ് കണ്ണുവെക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്ന് കുറെ എണ്ണം ഓൾഡ് ഏജ് ഹോം പോകാനുള്ള കാരണം അതാണ്. കാരണം അവർ മനസ്സിലാക്കിയില്ല. അപ്പം സ്നേഹബന്ധം എന്ന് പറയുന്നത്
ഹൃദയബന്ധമാവണമെങ്കിൽ ആത്മീയത വേണം. അതിനാണ് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെയൊക്കെ നാമജപം പഠിപ്പിക്കേണ്ടിയിരുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാമം ജപിക്കാനാണ്, തൊഴുതു പോവാനല്ല. ഒരു 108 തവണയൊക്കെ നമ്മൾ നാമം ക്ഷേത്രത്തിൽ പോയി ജപിച്ചിരുന്നെങ്കിൽ ആ അച്ഛനോടും അമ്മയോടുള്ള ആദരവ് 10 മടങ്ങ് കൂടുമായിരുന്നു. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ശ്രീരാമസ്വാമി കാട്ടിൽ പോവാൻ ഒരു മടിയും കാണിക്കാഞ്ഞത്? ശ്രീരാമസ്വാമിക്ക് എന്താ കാടിനോട് ഇത്രയൊരു ഇന്നലെ പറഞ്ഞില്ലേ, കാട്ടിലേക്ക് നീ 14 വർഷം പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പം അതിലെന്താ ഒരു ബുദ്ധിമുട്ടെന്ന് ലാഘവത്തോടെ പറയാൻ കാരണം കാട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടെന്ന് രാമൻ അറിയാം. രാമൻ കാണുന്ന കാട് ദശരഥൻ കണ്ട കാടല്ല. ദശരഥൻ കാണുന്ന കാട് ക്രൂരമൃഗങ്ങളും ദുഷ്ടജീവികളും അതുപോലെ തന്നെ രാക്ഷസന്മാരും മായാവികളൊക്കെ ഉള്ള കാടാണ്. രാമൻ കാണുന്ന കാടെന്ന് പറയുന്നത് മഹർഷിവര്യന്മാരുടെ തപോ ഗൃഹങ്ങളാണ്, അല്ലെങ്കിൽ തപോ പർണശാലകളാണ്. അവിടെ രാമന് മനസ്സിലായി അവരുടെ കൂടെ ഇരുന്ന് സത്സംഗം ചെയ്യുമ്പോൾ, അവരെ കൂടെ ഇരുന്ന് നാമജപം ചെയ്യുമ്പോൾ മാനസികമായി ഉയരാൻ പറ്റുന്നുള്ളത് മനസ്സിലാവുണ്ടല്ലോ. ഈ ഒരു സംസ്കാരം അച്ഛനമ്മമാരുണ്ടാക്കി കൊടുത്തില്ല. ഇതൊക്കെ രാമായണത്തിൽ നമ്മൾ പഠിക്കണം. എന്താണെന്ന് കുടുംബ വ്യവസ്ഥകൾ താളം തെറ്റുന്നത്, നാളെ പ്രായമായവരെന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു? കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധം സ്വാർത്ഥതയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധം വെറും വൈകാരികമാണ്, ഭൗതികമാണ്. വെറും വൈകാരിക ഭൗതിക ബന്ധത്തിന് ആയുസ് വളരെ കുറവാണ്. അപ്പൊ കുട്ടിക്കാലത്ത് കുട്ടികൾ വൈകാരികതയിലാണ് വളരെ. അമ്മയെ സ്നേഹിക്കണു, അമ്മയെ കെട്ടിപ്പിടിക്കണു, അമ്മ താലോലിക്കുന്നു, അമ്മ സ്നേഹം കൊടുക്കുന്നു, അമ്മ ഭക്ഷണം കൊടുക്കുന്നു, അമ്മ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെ ഒരു വൈകാരികമാണ്. ഈ കുട്ടി വളർന്നു വളർന്ന് വലുതാകുമ്പം അതിലും വലിയ വൈകാരിക ഇത് വരും ഭാര്യയായിട്ട്. അപ്പൊ പിന്നെ അമ്മയുടെ വൈകാരിക സ്നേഹമൊന്നും ആവശ്യമില്ല കുട്ടികൾക്ക്. അപ്പൊ പിന്നെ അടുത്തത് സമ്പത്തിലേക്ക് ശ്രദ്ധ വന്നു. അപ്പൊ പിന്നെ സമ്പത്ത് എങ്ങനെ അമ്മയിൽ നിന്നെടുക്കാം, അച്ഛനിൽ നിന്നെടുക്കാം, ഇതാണ് ചിന്ത വരിക. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൈകാരിക ബന്ധത്തിനോടൊപ്പം തന്നെ ആത്മീയ ബന്ധം ഇല്ലെങ്കിൽ ദശരഥൻ കൈകേയിയെ വെറുത്ത പോലെ നാളെ മക്കൾ നമ്മൾ വെറുക്കും. കൈകേയിയെ ദശരഥൻ വെറുത്ത് ഒരു നിമിഷം ആ കൈകേയിയുടെ ഗൃഹത്തിൽ നിന്നും എന്നെ കൗസല്യ മാതാവിന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടാക്കണം എന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈകാരിക ബന്ധത്തിന്റെ പരിമിതി അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമുക്കുള്ളൊരു പാഠമാണ്. ആണോ അല്ലയോ? അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതായത് ബന്ധം പ്രായം കൂടുന്തോറും ഏത് ബന്ധമാക്കണം? ആത്മീയ ബന്ധമാക്കി മാറ്റണം, ആത്മീയ അനുഷ്ഠാനമുള്ളതാക്കി തീർക്കണം. അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ടാലും നിങ്ങൾ ഇരുന്ന ഒരു ഭാഗത്തിരുന്ന് മോങ്ങില്ല. കാരണം നിങ്ങൾക്ക് നാമജപോ നാരായണീയ വായനയോ ഭാഗവതം വായിച്ചോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളത് ആസ്വദിച്ച സമയം ചെലവഴിക്കാൻ സാധിക്കും. ഇതിലൊന്നും ഒരു പരിശീലനം നേടാതെ പോയാൽ, ഇതിലൊന്നും നിങ്ങൾ ശ്രദ്ധ വെക്കാതെ വെറും സാമ്പാറും അവിയലും തോരനും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം മക്കൾ നിങ്ങളെ തോരിയിടും. അന്ന് പിന്നെ തോരൻ ഉണ്ടാക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടാവില്ല. പിന്നെയാണ് നിങ്ങൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടും ബഹളം വെച്ചുകൊണ്ട് പറയാമോ മക്കളൊക്കെ അവരെ കാര്യം നോക്കി അവരൊക്കെ സ്വാർത്ഥരായി, അവർക്കിപ്പോൾ ഞാൻ ഒരു ഭാരമായി, അവർക്കിപ്പോൾ എൻ്റെ സ്വത്ത് എഴുതി കൊടുക്കണം എന്നാ പറയണത് എന്ന് പറഞ്ഞിട്ട് നിങ്ങിരുന്ന് മോങ്ങാം ഒരു ഭാഗത്ത്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ആത്മീയമായ ഒരല്പം ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ മക്കൾ അവിടെ ഇരുന്ന് എന്ത് വെച്ചാലും നിങ്ങൾ വെറുതെ ഒരു ഭാഗത്തിരുന്ന് ദുഃഖിച്ചിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സാധന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഒരു സുഖജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ദശരഥൻ അത് നേടിയെടുത്തില്ല. നോക്കൂ, ഇന്ന് ദശരഥന്റെ ഗതികേട് നോക്കൂ നിങ്ങൾ. ഒരു കാലത്ത് കൗസല്യക്ക് സൗന്ദര്യം പോരാ. അപ്പോഴാണ് സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ പിന്നാലെ മൂടും താങ്ങിപ്പോയത്. പിന്നെ അവളെ തലയിലും വെച്ചിട്ട് അവളെ ഇങ്ങനെ ആഘോഷിച്ച് അവളെ ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തുന്ന പോലെ എഴുന്നള്ളിച്ച് കൊണ്ട് നടന്ന് ഇന്നിപ്പോൾ അവളൊക്കെ കൂടി തേച്ചൊട്ടിച്ചപ്പോഴാണ്, ഇന്നത്തെ ഭാഷ അതല്ലേ, തേച്ചൊട്ടിച്ചപ്പോഴാണ് കൗസല്യയുടെ ഓർമ്മ വീണ്ടും വന്നത് അല്ലേ? ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നണോ കൗസല്യ പാലക്കാട്ടുകാരിയാണെങ്കിൽ ആ ദശരഥന്റെ മുഖത്ത് നോക്കി പറയണം, വൃത്തികെട്ട മനുഷ്യൻ, ഇത്രയും കാലം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നപ്പോ അവള് ഒരു ഭാഗത്താക്കിയപ്പോ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, നാണമില്ലേ ഈ മനുഷ്യൻ, പോറങ്ങിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ ഇത്? കൗസല്യ ശരിക്കും പറഞ്ഞ കേരളക്കാരിയാണെങ്കിൽ ആ ദശരഥനെ ആട്ടിയിട്ടുണ്ടാവും. എന്നാ പാവം ആ കൈകേയി കൗസല്യ ഒരു പക്ഷെ യുപിക്കാരി ആയതുകൊണ്ട് ആവോ ആയി എന്ന് പറഞ്ഞിട്ട് അയാളെ 2 കൈയോടുകൂടി സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ ഈ കോലത്തിൽ തളർന്ന് തകർന്നിട്ട് ഈ വീട്ടിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്രയും കാലം ആരോഗ്യമുള്ള സമയത്ത് ആ പെണ്ണിന്റെ കൂടെ നടന്ന് ഇപ്പൊ പെണ്ണൊക്കെ കൂടി ഒരു ഭാഗത്ത് അരുക്കാക്കിയപ്പോഴാണ് കൗസല്യയുടെ ഓർമ്മ വരുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആ മനുഷ്യന്റെ കാര്യം. അപ്പോ ഒരു കാര്യം നമുക്കത് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ കഥ പറയുകയല്ല, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
ഇന്നലെ നമ്മൾ രാമായണത്തിലേക്ക് നോക്കുമ്പം ഇന്നലകളിൽ ഒരു ദശരഥൻ കൈകേയിയാൽ തളർന്നുവെങ്കിൽ ഇന്നുകളിൽ നമ്മളാണ് മക്കളിലൂടെയോ മറ്റോ തളരുന്നത്. അന്നത്തെ കഥയിൽ ദശരഥനാണ് കൈകേയിയിലൂടെ തളർന്നെങ്കിൽ ഇന്ന് ഒരു കൈകേയിയുടെ സ്വാർത്ഥത, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു കൈകേയിയുടെ സ്വാർത്ഥത, ഒരു ദശരഥന്റെ ഒരു സ്വാർത്ഥ സ്നേഹമുണ്ട്, കൈകേയിയോടുള്ള ഒരു വൈകാരിക സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ തകിടം മറിച്ചുകൊണ്ട് ആ ദശരഥനെ തളർത്തി. ഉണ്ടോ? ഇന്ന് നമ്മളെ അങ്ങനെ തളർത്തുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കും. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇന്നലെ ദശരഥനാണെങ്കിൽ ഇന്ന് നമ്മളായിരിക്കും ഇരകള്. അപ്പൊ എന്താണ് അതെന്ന് പഠിക്കേണ്ടത്? വൈകാരിക ബന്ധങ്ങൾ അതിന് ആയുസ് വളരെ കുറവാണ്. എപ്പോഴാണ് അതിൻ്റെ ഒരു എന്താണ് പ്രയോറിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ, അതിൻ്റെ വേറൊരു തലങ്ങൾ, അതായത് എപ്പോഴാണ് മറ്റു പലതിനെയും വിലവെക്കുന്നത് നമുക്കറിയില്ല. നോക്കൂ, ദശരഥനോടുള്ള സ്നേഹം, രാജാവ് എന്റെയാണെന്ന് അഭിമാനത്തോടെ കൈകേയി നടന്നപ്പോ ഒരു നിമിഷം കൊണ്ട് രാജാവല്ല വലുത്, ഭരതനാണ് വലുത്, ഭരതനാണ് എന്റേത്, രാജാവ് ചത്താലും എനിക്ക് വിരോധമില്ല. നേരത്തെ മുമ്പ് പാടിയത് എന്താണ്? സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണം, നീ ദശരഥനെ വെച്ച് പാടിയതാണ്. ഇപ്പൊ ദശരഥനല്ല വലുത്, ഇപ്പോ ഭരതനാണ് വലുത്. അപ്പൊ ആ ഭരതനിലേക്ക് പ്രയോറിറ്റി മാറിയപ്പോൾ, ഭരതനിലേക്ക് ശ്രദ്ധ പോയപ്പോൾ, ഭരതന് പ്രാധാന്യം കിട്ടിയപ്പോൾ ദശരഥ മഹാരാജാവ് പുറത്തായി. മനസ്സിലാവുണ്ടല്ലോ? നാളെ ഇത് തന്നെയാണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. നാളെ പണത്തിനാണ് പ്രാധാന്യം വരുന്നെങ്കിൽ അവിടെ അച്ഛനും അമ്മയ്ക്കും വില നഷ്ടപ്പെടുന്നു. ഇത് പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അധപ്പതനം വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കണം. ഇന്നത്തെ സ്നേഹം എന്നോടാണെങ്കിൽ നാളത്തെ സ്നേഹം പണത്തോടായിരിക്കാം. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരാത്മീയ ബോധം കുട്ടികളിൽ ഇല്ലെങ്കിൽ അവര് നാളെ സ്വാർത്ഥത കൊണ്ട് പ്രസവിച്ച അമ്മയാണ്, വളർത്തിയ അച്ഛനാണെന്നും അവര് നോക്കില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അത് ഇന്ന് വളരെ സത്യമാണ്, നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. ഏതായാലും ഇതൊക്കെ ഞാൻ എന്തിനാ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണം വെറും ഒരു കഥയല്ല, ഇത് ചരിത്രമല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ജീവിത സത്യങ്ങളാണ്. നമ്മൾ അതിനെ ഒന്ന് വ്യത്യസ്തമായി വായിച്ചെടുക്കണം എന്ന് മാത്രം. വെറും കഥ വായിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? വെറും കഥ വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ കഥകളിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടുന്ന സന്ദേശം തരാൻ ഏതിനു പറ്റും? ഈ രാമായണത്തിന് പറ്റും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ദശരഥനെ കൈകേയി തളർത്തി എന്ന് വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, അത് നമുക്ക് എളുപ്പം മനസ്സിലാവും. നേരെ മറിച്ച് ഇന്ന് ദശരഥന്റെ സ്ഥാനത്ത് നമ്മളാവുമെന്നും കൈകേയിയുടെ സ്ഥാനത്ത് മക്കളാകുമെന്നും ചിന്തിക്കാൻ ഇത്തിരി ബുദ്ധി വേണം. അവിടെയാണ് നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡിനെ നോക്കേണ്ടത്. കൈകേയിക്ക് ദശരഥനോടുള്ള പ്രതികാരം കൊണ്ടല്ല തളർത്തിയത്. കൈകേയിക്ക് ദശരഥനോട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വിരോധമില്ല. കൈകേയിയുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, ഭരതൻ ചക്രവർത്തിയാവണമെന്ന്. അപ്പൊ ആ ഭരതനോടുള്ള സ്വാർത്ഥ സ്നേഹം ദശരഥനോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ ഇന്ന് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനേക്കാൾ നാളെ പണത്തോടോ മറ്റുള്ളവരോടുള്ള സ്നേഹം കൂടുതലായിരിക്കുന്നു. ഒരു കഥ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അറിയില്ല. ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് അന്ധമായി സ്നേഹിച്ചു. പ്രേമം എന്ന് പറഞ്ഞാൽ കൊടും സ്നേഹം, ഭയങ്കര സ്നേഹം. അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല കഴിവും മിടുക്കിയുള്ള പെൺകുട്ടിയാണ്. ഇവൻ അത്രയൊന്നും പോരാ. ഇതിങ്ങനെ പിന്നാലെ ഇങ്ങനെ ഒലിപ്പിച്ച് നടന്ന അവസാനം ആ പെണ്ണ് പറഞ്ഞു, നീ എന്നെ അത്ര സ്നേഹിക്കുന്നെങ്കിൽ, നീ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നെങ്കിൽ നീ നിന്റെ അമ്മയുടെ തല എനിക്ക് കൊണ്ടുതരണം. ഈ പയ്യനുണ്ടല്ലോ, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞപ്പം ഇവൻ പറയാണ്, ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, കത്തി വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ കടന്നുറങ്ങുമ്പോൾ ഞാൻ അമ്മയുടെ തല വെട്ടിയിട്ട് നിനക്ക് കൊണ്ടുതരുന്നു. ഈ പെണ്ണ് ഉടനെ തന്നെ ഇവനോട് പറഞ്ഞു, ഇവളുടെ ബന്ധുക്കളോട് പറഞ്ഞു, ഇവനെ നല്ല ചുട്ടടി കൊടുക്കണം. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ ഇവൻ കൊല്ലാമെന്ന് പറഞ്ഞാൽ നാളെ ഇവന് വേറെ വല്ലതിനോടാണ് പ്രാധാന്യം കിട്ടുന്നെങ്കിൽ ഇവൻ എന്നെയും കൊല്ലാൻ മടിക്കില്ല.
ഇവനാണോ എന്നെ സ്നേഹിക്കുന്നത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത്തരം സ്നേഹങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് ഇതൊരു വലിയ പാഠമാണ് നമുക്ക്. ദശരഥനിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, ബന്ധങ്ങൾ വൈകാരികമാണെങ്കിൽ, വെറും സ്വാർത്ഥമാണെങ്കിൽ അതിന് ആയുസ് വളരെ കുറവാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ബന്ധങ്ങൾ ഏത് ബന്ധമാക്കണം? ഒരു ആത്മീയ ബന്ധങ്ങളാക്കണം. നാമം ജപിക്കുക, ക്ഷേത്രത്തിൽ പോയാലും നാമം ജപിക്കുക, ഒന്നിച്ചിരുന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ തരം ബന്ധങ്ങൾ ഉള്ളിടത്ത് ഇത്തരത്തിലുള്ള ക്രൂരത വളരെ കുറവാണ്. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെയുള്ള ക്രൂര സ്വഭാവങ്ങൾ താരതമ്യേന കുറവാണ്. കൈകേയിക്ക് അത്തരം ഒരു ആത്മീയത ഉണ്ടായിരുന്നില്ല. എന്നാൽ കൗസല്യക്ക് അത്തരത്തിലുള്ള ഒരു ആത്മീയത ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദശരഥ മഹാരാജാവ്, നിങ്ങളിതൊക്കെ ചിന്തിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ദശരഥ മഹാരാജാവ് കൗസല്യ ഗൃഹത്തിലേക്ക് വന്നു, അല്ലേ? ഇനി സുമിത്രയും കൗസല്യയുടെ കൂടെയാണ്. കൈകേയി ഒറ്റപ്പെട്ടുവോ? ആ കൈകേയിയെ കൗസല്യക്ക് വേണമെങ്കിൽ, കാരണം കൗസല്യാണ് രാജമാതാവ്, പട്ടമഹർഷി, ആ കൗസല്യക്ക് വേണമെങ്കിൽ പുറത്താക്കിക്കൂടെ? ഇന്നത്തെ കാലത്താണെങ്കിൽ പുറത്താക്കൂ. ഒരു ഭർത്താവിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്, ഒരു ഭർത്താവിന്റെ രാജതീരുമാനത്തെ തകിടം മറിച്ചതിന് കൈകേയി പുറത്താക്കൂല്ലയോ? പുറത്താക്കിയേക്കാം. കാരണം അന്നത്തെ കാലത്ത് അതിനുള്ള ശക്തിയും അധികാരമൊക്കെ അവർക്കുണ്ട്. പക്ഷെ എന്നാലും അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള ഒരു വിശാലത അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നു. അതാണ് അവരുടെ തപസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് വൈകാരിക പ്രക്ഷുബ്ധതയിൽ പൊട്ടിത്തെറിച്ച് ജീവിച്ചവരായിരുന്നില്ല. കുറെയൊക്കെ സഹനശക്തിയും ക്ഷമാശക്തിയും അവരിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ ബന്ധങ്ങളിലൊക്കെ ക്ഷമാശക്തിയും സഹനശക്തിയും ആത്മശക്തിയും വളരെ കുറവാണ്. എല്ലാം പ്രക്ഷുബ്ധതയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. മനസ്സിലായില്ലേ? അതൊക്കെ വരുന്നതിന് എന്താ കാരണം? അനുഷ്ഠാനം ജീവിതത്തിൽ കുറയുന്നത് കൊണ്ടാണ്. കൗസല്യക്കൊക്കെ ആ അനുഷ്ഠാനം ഉള്ളത് കൊണ്ടാണ് കൗസല്യക്ക് ഇതെല്ലാം താങ്ങി നിർത്താൻ, ഉൾക്കൊള്ളാനൊക്കെ സാധിച്ചത്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറെയൊക്കെ ഉൾക്കൊള്ളേണ്ടത്. നിൽക്കട്ടെ, ഇങ്ങനെ അവര് വൽക്കലൊക്കെ ധരിച്ച് പിന്നീട് അവിടെ നിന്ന് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും ദശരഥ മഹാരാജാവ് വളരെയധികം പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ കൗസല്യ മാതാവിന്റെ ഗൃഹത്തിൽ കൊണ്ടാക്കണം. രാമൻ അതിനൊക്കെയുള്ള സംവിധാനം ചെയ്തു. പിന്നീട് വസിഷ്ഠ മഹർഷി സുമന്ത്രരോട് പറഞ്ഞു, രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും വനത്തിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പൊ രാമൻ ആദ്യം തന്നെ സീതാദേവിയോടാണ് രഥത്തിലേക്ക് കയറാൻ പറയണത്. ആദ്യം തന്നെ സീതയെ ആ ഒരു രഥത്തിൽ കയറ്റി, പിന്നീട് രാമൻ കയറി, ലക്ഷ്മണൻ കയറി, അങ്ങനെയാണ് പോകുന്നത്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്, ശ്രീരാമസ്വാമി സീതയെ കയറ്റിയതിന് ശേഷമാണ് ശ്രീരാമസ്വാമി കയറുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴും ആ വൈകാരികത, ഒരു വിഷമം, എല്ലാം വിട്ടുപോകുന്ന വിഷമം അവിടെ രാമനെ തളർത്തുന്നില്ല. അപ്പോഴും സീതാദേവിക്ക് ഇതൊക്കെ സ്വാധീനിക്കും, ഇത്തിരി വിഷമുണ്ടാവും, സീതാദേവിയുടെ മനസ്സിൽ ചാഞ്ചല്യങ്ങൾ ഉണ്ടാവാം. കാരണം അമ്മയെ വിട്ടു, എല്ലാം വിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ സീതാദേവിയുടെ മനസ്സിനൊരു ഫലം കൊടുക്കണം. അപ്പൊ സീതാദേവിയുടെ കൂടെ താനുണ്ട് എന്നുള്ളൊരു ധൈര്യം പകർന്നു കൊടുക്കുക. അപ്പൊ നോക്കൂ നിങ്ങള്, കൂടെയുള്ളവർക്കൊരു മനോബലം കൊടുക്കുക. നഷ്ടപ്പെട്ടതിനെ ഓർത്തിരുന്ന് ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ച് പോവാതെ, മനസ്സിലാവുണ്ടല്ലോ ഏത് തലത്തിലാണ് ജീവിതം കൊണ്ടു നടക്കേണ്ടത്. അപ്പൊ മനസ്സിനെ അത്രയും അടക്കം വെച്ചവർക്ക്, അല്ലെങ്കിൽ മനസ്സിനെ അത്രയും പരിശീലിപ്പിച്ചെടുക്കുന്നവർക്ക് ഒരു ദുരന്തത്തിൽ നിന്നും വേറൊന്നിലേക്ക് മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നോക്കുക, ആ ഒരു സന്ദർഭങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അച്ഛനെ വിട്ട് എല്ലാം നഷ്ടപ്പെട്ട് പോകുന്ന ഒരു യാത്ര എങ്ങനെയായിരിക്കും ആ മാനസികാവസ്ഥ? തളർന്നൊരു മനസ്സായിരിക്കുമോ? ആയിരിക്കുമോ? ഇല്ലയോ? അപ്പോഴും രാമൻ അച്ഛനെ വിട്ടുപോയതിനെ, അമ്മയെ വിട്ടുപോയതിന് കരയല്ല, സീതാദേവിയെ ശ്രദ്ധയോടെ രഥത്തിലേക്ക് കയറ്റുമ്പോൾ കഴിഞ്ഞു പോയതിനെ പിന്നോട്ട് നോക്കിയിരുന്ന് കരയല്ല, കൂടെയുള്ളതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ആ മനോബലത്തിന്റെ ശക്തി. അപ്പൊ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ സാധാരണ മനുഷ്യരിൽ നിന്നും ഉയർത്തിയവരാണ്. ഇത് മനുഷ്യർക്കും കുറെയൊക്കെ സാധിക്കുകയാണെങ്കിൽ മാനുഷിക ജന്മങ്ങളും അല്ലെങ്കിൽ മനുഷ്യ ജീവിതവും കുറേയും കൂടി
ഉത്കൃഷ്ടമാവും. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്താണ്? മനസ്സിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക, മനസ്സിനെ കൂടുതൽ ആത്മീയമാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് ദുഃഖത്തെ മറികടക്കാം, കൂടെയുള്ളതിനെ കൈപിടിച്ചുയർത്താനും സാധിക്കും. ഒരു വലിയ പ്രക്ഷുബ്ധതയിൽ മനസ്സൊരിക്കലും തളരുകയില്ല. മനസ്സിലായില്ലേ? ഇന്നിതൊക്കെ പറയേണ്ട കാലമാണ്. കാരണം ഇന്ന് ചെറിയ ചെറിയ വിഷമങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നവരാണ്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ഉണ്ടോ? അല്ലെങ്കിൽ ഭാര്യ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ആണുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് വായിച്ച കാണാം ഒരു വാർത്ത. ഒരു പെൺകുട്ടി ഒരു പയ്യനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് അവളൊരു വീഡിയോ ഉണ്ടാക്കി, അങ്ങനെ റീലുണ്ടാക്കി അവൾ പോസ്റ്റ് ചെയ്തു. ആ പയ്യൻ കോഴിക്കോട് എവിടെയുള്ള ഒരു പയ്യൻ അത് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് വായിച്ചിട്ടുണ്ടല്ലോ പത്രത്തില്. അപ്പൊ നോക്കൂ, ചെറിയൊരു മനോവിഷമം തട്ടുമ്പോഴേക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനായിരുന്നു കരയുന്നത്? എന്നെക്കുറിച്ച് ആരെന്ത് റീലുണ്ടാക്കിയാലും എനിക്കെന്ത്? അത് അവരുടെ ചെലവ്. മനസ്സിലായി? ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് എന്തൊക്കെ റീലുകൾ ആളുകൾ ഉണ്ടാക്കുന്നത്, അതിലൊക്കെ അയാൾ ആത്മഹത്യ ചെയ്യാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതിനൊക്കെ ഉള്ളൊരു മനോബലം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ദുർഭാഗ്യമുള്ള അച്ഛനമ്മമാരെ കിട്ടി. നല്ലൊരു അച്ഛനമ്മമാരെ കിട്ടിയിരുന്നെങ്കിൽ അതുണ്ടാവില്ല. ഈ തൊഴുതു പോകുന്ന അച്ഛനമ്മമാരാണ് കൂടെയുള്ളത്. ഒരല്പനേരം നാമം ജപിപ്പിക്കുന്ന ഒരു അച്ഛനമ്മമാരെ കിട്ടിയിരുന്നെങ്കിൽ, സുമിത്രയെ പോലെ ഒരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ താളം തെറ്റുമായിരുന്നില്ല. അതാണ് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ നമുക്കില്ലാതെ പോയത്. നല്ലൊരു അച്ഛനമ്മമാരെ കിട്ടാനില്ല. ഈ തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരാണ് കൂടുതലും. മനസ്സിലായില്ലേ? കുറച്ചു നേരമൊക്കെ മക്കളെ കൊണ്ട് നാമം ജപിപ്പിച്ച് എന്നാലേ നിങ്ങൾക്ക് മനോബലം ഉണ്ടാവുള്ളൂ, അനുഷ്ഠാനം ചെയ്താലേ മനോബലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനമ്മമാരില്ല. നിൽക്കട്ടെ. ഏതായാലും ഇവര് രഥത്തിൽ കയറി ഇനി കാട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പം ഇവര് കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ കുറെ നാട്ടുകാര് രാവിലെ ഇവരറിഞ്ഞു. ആകെ സംഭവം കുറച്ചു പേരൊക്കെ അറിഞ്ഞപ്പോഴേക്കും അവർക്കൊക്കെ ദുഃഖമായി. കാരണം രാമനെ വിട്ടുപിരിയാൻ അവർക്ക് പറ്റുന്നില്ല. അവര് രാമന്റെ പിന്നാലെ, രഥത്തിന്റെ പിന്നാലെ അവര് നടക്കാൻ തുടങ്ങി. രാമൻ നോക്കുമ്പോണ്ട് രാവിലെ തന്നെ വലിയൊരു രഥഘോഷയാത്ര പോലെ കുറെ എണ്ണം പുറകില്. ഇവരും വെച്ചിട്ട് എവിടെ പോകാൻ പറ്റും? കാട്ടിൽ പോകാൻ പറ്റുമോ? അങ്ങനെ അന്ന് അവര് രാത്രിയില് കാടിന്റെ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് അവിടെ നിന്നു. കുറച്ചു നേരം രാവിലെ ആവുന്നതിന് മുമ്പ് രാമൻ അവിടെ വിശ്രമിച്ചപ്പോൾ നല്ല കാലം കൂടെ പോയവരൊക്കെ അവിടെ കിടന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് രാമൻ സുമന്ത്രയോട് പറഞ്ഞു, അയോധ്യയിലേക്ക് തിരിച്ചു പോവാന്ന്. അങ്ങനെ രഥം തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. കുറച്ചു ദൂരെ എത്തിയപ്പം രാമൻ പറഞ്ഞു, ഇനി രഥം അവിടെ നിർത്തിക്കോളൂ, ഞങ്ങൾ പോവാം. അവര് ഇറങ്ങി നടന്നു. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് രാമൻ അത് ചെയ്തിട്ടുണ്ടാവുക? കാരണം കൂടെ പോയ ആ നാട്ടുകാർക്ക് മനസ്സിലാവും രാമൻ തിരിച്ച് അയോധ്യയിലേക്ക് പോയി എന്നുള്ളത്. അപ്പൊ അവര് തിരിച്ച് എങ്ങോട്ട് പോയിക്കോളും? അയോധ്യയിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടാണ് രാമൻ വഴിയിൽ തന്നെ രഥം നിർത്തി. അല്ലെങ്കിൽ ആ ആൾക്കാരൊന്നും പോവില്ല, അവരവിടെ തന്നെ ആ കാട്ടിൽ തന്നെ ജീവിച്ചിട്ടുണ്ടാവും. രാമനില്ലാത്ത അയോധ്യയിലേക്ക് ഞങ്ങള് പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ രാമൻ കാട്ടിലൂടെ നടന്ന് അങ്ങനെ രാമൻ ഗുഹൻ എന്ന് പറയുന്ന നിഷാദ രാജാവിന്റെ ആ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ഗുഹൻ രാമനെ സ്വീകരിക്കുന്നതും പിന്നീട് ഗുഹന്റെ കൂടെയുള്ള ഒരു ദിവസം രാമൻ അവിടെ എത്തിയപ്പോൾ ഗുഹൻ വളരെ സന്തോഷമായി. ഏറ്റവും ആദരണീയനായ രാമൻ, എല്ലാവരാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാമനെ കുറിച്ച്. ആദ്യമായിട്ടാണ് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ആ ഒരു സന്തോഷം. അങ്ങനെ ഗുഹൻ അപ്പോഴേക്കും രാമന് വേണ്ടുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് രാമനോട് അന്നത്തെ ദിവസം ഗൃഹത്തിൽ താമസിക്കാൻ പറഞ്ഞു. അപ്പൊ രാമൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ 14 വർഷം ഒരു മറ്റു ഗൃഹത്തിൽ താമസിക്കില്ല. രണ്ടാമത്തത്, മുനിമാരുടെ ആശ്രമത്തിൽ താമസിക്കും, അല്ലാത്ത ഗൃഹങ്ങളിൽ ഞാൻ താമസിക്കില്ല. അന്യന്മാരാൽ പാചകം ചെയ്ത ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പൊ ഫലമൂലാദികളെ ഞാൻ കഴിക്കുള്ളൂ. അതേപോലെ തന്നെ ഞാൻ മറ്റ് ഒരു സഹായങ്ങൾ, അതായത് മറ്റ് ഭക്ഷണ കാര്യങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊന്നും മറ്റുള്ളവരിൽ നിന്നും എടുക്കില്ല. വസ്ത്രങ്ങളൊക്കെ മരവുരി മാത്രമേ ഉടുക്കുകയുള്ളൂ. ഈ രീതിയിലൊക്കെ ഉള്ള ഒരു നിർബന്ധം രാമൻ പറഞ്ഞപ്പം പിന്നെ ഗുഹനൊന്നും പറയാനില്ല. പിന്നെ രാമന് താമസിക്കാനുള്ള പുറത്ത് താമസിക്കാൻ ഇലകളൊക്കെ വെച്ചുകൊണ്ട് ഒരു സൗകര്യം ഉണ്ടാക്കുകയാണ്. അപ്പോഴീ രാമൻ പറഞ്ഞു, എനിക്ക് വടവൃക്ഷത്തിന്റെ പാല് കൊണ്ട് തരണം. അങ്ങനെ വടവൃക്ഷത്തിന്റെ പാല്, അതെന്തിനാണ്? കാടാണ്, അവിടെ ബാർബറിൽ നിന്നും കിട്ടില്ല.
ഒന്നും മുടിയൊന്നും വെട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ എന്താക്കി, ജടയാക്കി മാറ്റിയ പിന്നെ ഇത് അങ്ങനെ ജട പിടിച്ച് അവിടെ കടന്നോളും. അതുപോലെ എപ്പോഴും കുളിക്കാനും കുളിച്ച് തല തോർത്താനും എന്നുള്ള സംവിധാനങ്ങളൊന്നും കാട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന് പറ്റുന്ന ഒരു സംവിധാനം, തലയിൽ വടവൃക്ഷത്തിന്റെ ഈ ഇതൊഴിച്ചു കഴിഞ്ഞാൽ, പാലൊഴിച്ചു കഴിഞ്ഞാൽ മുടി എന്തായി മാറും, ജടയായിട്ട് മാറും. അപ്പൊ അന്ന് ഉള്ളവർക്ക് ഇതൊക്കെ അറിയാം, എങ്ങനെയാണ് മുടിയെ ജടയാക്കി മാറ്റേണ്ടതെന്നൊക്കെ ഉള്ളത്. അതൊക്കെ ചെയ്ത് അങ്ങനെ രാമൻ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങാണ്. അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ലക്ഷ്മണനും അതുപോലെ ഗുഹനും കാവല് നിൽക്കുകയാണ്. ഈ കാവല് നിൽക്കുന്ന സമയത്ത് ഗുഹൻ ലക്ഷ്മണനോട് പറയാണ്, കാര്യം വളരെ വിഷമം തോന്നുന്നു. കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടക്കേണ്ട രാമനാണ് ഇവിടെ ഈ തറയിൽ അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഉണങ്ങിയ ഇലകളിലൊക്കെ കിടക്കുന്നത്. അപ്പൊ രാമന്റെ ആ ഒരു അവസ്ഥ നോക്കൂ. ഇത്രയും വലിയ സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന രാമന് ഇന്ന് തറയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുത്തി വെച്ചത് ഇതെല്ലാം മന്ധരയുടെ ആ ഒരു ദുഷ്ടബുദ്ധിയല്ലേ, കൈകേയിക്ക് അതിന് കൂട്ടുനിന്നത് കൊണ്ടല്ലേ രാമൻ ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ മന്ധരയെയും കൈകേയിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഗുഹൻ സംസാരിക്കുന്നത്. അപ്പൊ അതിന് ലക്ഷ്മണൻ കൊടുക്കുന്ന ഒരു ഗംഭീരമായ ഉത്തരമുണ്ട്. ഇവിടെ ഒരു സംവാദമുണ്ട്, ഇതിനെ പറയാ ലക്ഷ്മണ ഗുഹ സംവാദം എന്നാണ്. ലക്ഷ്മണ ഗുഹ സംവാദം. എന്താണ് രാമന്റെ ദുഃഖത്തിന് കാരണം? രാമൻ എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നത്? ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കഥ ഇതാണ്, ഓ കൈകേയി രാമൻ 2 വരം ചോദിച്ചു, മന്ധര പറഞ്ഞ പ്രകാരം ആ വരപ്രകാരം രാമനെ ഭരതന് ചക്രവർത്തിക്ക് രാമനെ കാട്ടിൽ പറഞ്ഞയച്ചു എന്നാണ്. എന്താണ് ഇതിന് കാരണം എന്ന് ലക്ഷ്മണൻ ഗുഹനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്, നമുക്കെല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. നിങ്ങൾ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇത് വരുന്നത്, ഈ ഭാഗം വരുന്ന ഒരു ഭാഗം എവിടെയാണ്? രാമായണത്തില് 1750 ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ കാണാം. ശ്രീരാമദേവനോ ദുഃഖമുണ്ടാകുവാൻ 1740 1750 ആ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ശ്രീരാമദേവനോ ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി, മന്ദരാചിത്തമാസ്തായ കൈകേയി തൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ഈ ശ്ലോകം ഇങ്ങനെയാ വരുന്നത്. മന്ദരാബുദ്ധിമാസ്തായ കൈകേയി പാപമാചരെന്നൊരു സംസ്കൃത ശ്ലോകം വ്യാസരാമായണമുണ്ട്. ആ രാമായണത്തിലെ വരികളാണ് ഇവിടെ എഴുത്തച്ഛൻ മന്ദരാചിത്തമാസ്തായ, കാരണം സംസ്കൃതം അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. മന്ദരാചിത്തമാസ് കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ, ക്ഷുത്വാ ഗൃഹോക്തികളിത്തം ആഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൽ. ഇനി ആ ഗുഹന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഭദ്രമത്രേഷുണോ മദ്വചനം രാമഭദ്രനാമം ജപിച്ചീടുക സന്തതം, കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. ആര് ആരുടെ ദുഃഖത്തിന് ഹേതു, ആര് ആരുടെ സുഖത്തിന് ഹേതു. അപ്പൊ ഇവിടെ 2 കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവണം. എത്ര? 2 കാഴ്ചപ്പാടുകൾ. അപ്പൊ നമുക്കൊരു ദുഃഖം വരുന്നുവെങ്കിൽ, ഒരാൾ എനിക്ക് ദുഃഖം വരുത്തുന്നുവെങ്കിൽ, ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ആവറേജ് ഹ്യൂമൻ മൈൻഡ്, ഓ ആ ദുഷ്ടൻ എന്നെ വേദനിപ്പിച്ചു എന്നാ പറയുക. എന്നാൽ ഇവിടെ മറ്റൊരു വാക്ക് നമ്മൾ പറഞ്ഞു പഠിക്കണം. എന്ത്? അതെന്റെ കർമ്മഫലമാണ്. എന്താണ്? ഒരു കർമ്മത്തിന്റെ ഫലം എനിക്ക് തിരിച്ചു വരികയാണ്. അതിന് അയാൾ ഒരു വെറും നിമിത്തം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. അപ്പൊ നമ്മൾ കാണാത്തതായ ഒന്നാണ് കർമ്മവും കർമ്മഫലങ്ങളും. ഇപ്പൊ ഞാൻ ആർക്കോ കൊടുത്ത ഒരു വേദന എനിക്കത് തിരിച്ചു വരിക. നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ ശ്രീരാമസ്വാമി ബാലിയും ചെയ്യും. എന്നാൽ നമ്മൾ കൃഷ്ണന്റെ കഥയിലേക്ക് കിടക്കുമ്പോൾ അവസാനം കൃഷ്ണന്
ഒരു വേടൻ കൃഷ്ണനെ ഒളിയമ്പ് ചെയ്യും. എന്തിനാ കൃഷ്ണൻ ഒളിയമ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? നമുക്കൊരു പക്ഷേ പറയാം വേടൻ ക്രൂരൻ ദുഷ്ടൻ, അയാള് കൃഷ്ണനെ കണ്ടപ്പോൾ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ അങ്ങനെ ക്രൂരത കാണിച്ചു എന്ന് പറയാം. പക്ഷെ കൃഷ്ണൻ അതിന് ഉത്തരം പറയുന്നത്, എനിക്ക് ചില കർമ്മഫലങ്ങൾ അനുഭവിക്കാനുണ്ട്, നീ വെറും ഒരു നിമിത്തം മാത്രമാണ്. നമുക്കങ്ങനെ തോന്നുമോ? ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് ചിലത് അനുഭവിക്കാനുണ്ട്, നിങ്ങളൊരു ഉപകരണം മാത്രമാണ് എന്ന് നമുക്ക് തോന്നുമോ? നമ്മളയാളെ എങ്ങനെ കാളിയമർദ്ദനം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് നമുക്കൊരിക്കലും ഒരു തരത്തിലുള്ള ഒരു സഹതാപവും തോന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ എത്രമാത്രം നമ്മളെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അത്രയും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മഫലങ്ങൾ അവരിലൂടെ തീർന്നു പോവുകയാണ്. ഇതെല്ലാം കർമ്മഫലങ്ങൾ എന്ന് പറയുകയാണ്. ഇതെല്ലാം എന്താണ്? പൂർവജന്മാർജിത കർമ്മമത്രേ. അത് അണ്ടർലൈൻ ചെയ്യണം. എന്താണ് പൂർവജന്മാർജിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് നമുക്ക് എന്ത് വരുന്നോ അതിന് പറ്റുന്ന കർമ്മം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചെയ്യുന്ന കർമ്മത്തിനെല്ലാം കർമ്മഫലങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് രാമായണത്തിൽ വീണ്ടും നമുക്ക് കാണാം. വാത്മീകി മഹർഷി അല്ലേ, അദ്ദേഹത്തിന് രത്നാകരനാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന വരികളാണല്ലോ, സുപ്രസിദ്ധമായ വരികളാണല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുകൂടന്നേ വരൂ. എന്നിട്ട് അടുത്ത വരി എന്താണ്? എൻ്റെ അടുത്ത വരി എന്താണ്? അതാണ് നമ്മളാരും പഠിക്കാത്തത്. അതിൻ്റെ അടുത്ത വരി എന്താണ്? അറിയുന്നവർ എത്ര പേരുണ്ട്? അതിൻ്റെ അടുത്ത വരി അതുപോലെ തുല്യമാണ്. അതിൻ്റെ അടുത്ത വരി എന്താണ്? നോക്കൂ നിങ്ങൾ. ഇത് മാത്രമല്ല അവർക്കറിയാം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ ഭുജിക്കണം. എല്ലാവരും ബൈ ഹാർട്ട് പഠിച്ചു വരിച്ചിരിക്കുന്ന വരികളാണ്. അതിൻ്റെ അടുത്ത വരി എന്താണ്? അതിൻ്റെ അടുത്ത വരി എന്താണ്? അതാണ് അതിലെ പ്രധാനപ്പെട്ട വരി. എന്താണത്? കിട്ടിയില്ല. ഇപ്പൊ തപ്പലാണ് അതിലേറെ പ്രശ്നം. ഈ വരികളൊക്കെ രാമായണത്തെക്കുറിച്ച് ചെറിയൊരു ബോധമൊക്കെ വേണം, എവിടെയാണ് എന്താണ് പറയുന്നത് എന്നൊക്കെ. ഇത് വരുന്നത് വാത്മീകി അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ പറയുന്ന ഭാഗത്ത് എവിടെയാണത് വരുന്നത്? അതിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ പറയും. 2040 2050 ശ്ലോകം നമ്പറുകൾ. നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ വരികൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു കിടുന്നേ വരൂ. അതിന്റെ മുകളിലുള്ള വരി, നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ കർമ്മഫലം ആര് തന്നെ അനുഭവിക്കണം? ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പൊ എനിക്ക് എന്തു വരുന്നുണ്ടോ അത് ഏതോ ചെയ്ത കർമ്മത്തിന്റെ കർമ്മഫലമാണ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന വാക്കുകളല്ല അവിടെ നോക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ഒരു കർമ്മഫലം, എനിക്ക് വന്നു ചേരുന്ന കർമ്മഫലം. മനസ്സിലായില്ലേ? അനുഭവങ്ങളെ കർമ്മഫലങ്ങളായും ഇനി അത് കടന്നു പോകുമ്പോൾ ഇതെല്ലാം ദൈവ നിയോഗമായും നമുക്ക് കാണാൻ. ഈ രണ്ട് വാക്കുകൾ, കർമ്മഫലം, ദൈവനിയോഗം. ഇതെന്റെ കർമ്മഫലം, ഇത് ദൈവനിയോഗമാണ്, ഞാൻ ഇതിലൂടെ കടന്നു പോകണം. ഇതെല്ലാം ദൈവനിയോഗമായി കാണാനുള്ള ഒരു മനസ്സ്. അപ്പൊ നമുക്ക് ആരോടും പ്രത്യേകിച്ചൊരു വിരോധവും ശത്രുതയും ഒന്നും തോന്നുകയില്ല. അപ്പൊ ഇവിടെ മന്ദരയെ കുറ്റം പറയേണ്ട, കൈകേയിയെ കുറ്റം പറയേണ്ട. രാമൻ ഇതിലൂടെ കടന്നു പോവാനുള്ളൊരു നിയോഗമുണ്ട്. അത് രാമന്റെ കർമ്മ ഫലമാണ്. രാമൻ അതിലൂടെ കടന്നുപോയേ പറ്റൂ. ഈ രീതിയിലൊക്കെ കാര്യങ്ങളെ കാണാനുള്ള ഒരു മഹത്തായ സംസ്കാരം നമുക്കുണ്ടായിരുന്നു പറയാണ്. അപ്പൊ ഇതൊക്കെ നോക്കൂ നിങ്ങൾ, എത്രമാത്രം മനസ്സിന് ഒരു വലിയ മാറ്റമുണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ കൈകേയിയോട് വിരോധമില്ല, കൗസല്യൊക്കെ മന്ഥരയോട് യാതൊരു വിരോധമില്ല. അവരൊക്കെ ഓരോ നിമിത്തങ്ങളായി അവര് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ രാമന്റെ ജീവിതത്തെ കടന്നുപോയി, ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു നിയോഗമുള്ളവരായി മാറുകയാണ്. അപ്പൊ ഈ തരത്തിൽ രാമായണം നമുക്ക് കാണിച്ചു തരുന്ന കുറേ
ഒരു അറിവിന്റെ സമ്പത്ത് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ രാമായണം നമുക്കും ഒരു നല്ലൊരു മാർഗദർശിയായി മാറും. എന്ത് ജീവിതത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും കടന്നു പോകുമ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പേതോ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളാണ്, ഇതെല്ലാം ഒരു ദൈവനിയോഗമായി കണ്ട് ഞാൻ ഇതിലൂടെയൊക്കെ തരണം ചെയ്തു പോകണം എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥതകളും പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അതിന് പ്രേരണയും പ്രചോദനവും തരാൻ ഉതകുന്ന കൃതിയാണ് രാമായണം. മനസ്സിലായില്ലേ? ഇതൊരു ശരിക്കൊരു നല്ലൊരു മനഃശാസ്ത്രമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ മാനവരാശിക്ക് ഇതുകൊണ്ട് വലിയൊരു പ്രയോജനം